ഒന്നാമത്തെ ദിവസമാണ് നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ വരുവാൻ കർത്താവ് നമുക്ക് അവസരത്തിൽ ഒരുക്കി തന്നത്. കഴിഞ്ഞ ദിവസങ്ങൾ നാം പരസ്യമായിട്ട് നമ്മൾ ഇന്നത്തെ ഉപവാസ പ്രാർത്ഥനയെ കുറിച്ച് പറയുവാൻ ഇടയാക്കി. പ്രത്യേകിച്ച് കഴിഞ്ഞ ചൊവ്വാഴ്ച രാവിലെയും വൈകുന്നേരവും കർത്താവിന്റെ സന്നിധി നമുക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കുവാനും അപേക്ഷിപ്പാനും കർത്താവിൻ്റെ ആത്മാവ് നമുക്ക് അവസരത്തെ ഒരുക്കി തന്നു. അനേക വിഷയങ്ങളെ നമുക്ക് പറഞ്ഞു തന്നെ പ്രാർത്ഥിപ്പാടിയാക്കി. ബുധനാഴ്ചത്തെ പ്രാർത്ഥനയ്ക്ക് നമുക്ക് കഴിഞ്ഞില്ല, മഴ ശക്തമായതായതുകൊണ്ട് ഏരിയ പ്രാർത്ഥന നടക്കുവാൻ കഴിഞ്ഞില്ലെങ്കിലും ഇന്നലെ നമുക്ക് ഉള്ളൊരു പ്രദേശത്തിന് പേര് പ്രാർത്ഥിപ്പാൻ, ആ ഭവനത്തിൻ്റെ വിഷയത്തിന് പ്രാർത്ഥിപ്പാനൊക്കെ നമുക്ക് അവസരത്തെ ഒരുക്കി തന്നു. ഇന്നും നാളെയും മറ്റന്നാളുമായി നാം ദൈവസന്നിധിയിൽ ഉപവാസത്തോടെ പ്രാർത്ഥനകളിലൂടെ നാം ദൈവസന്നിധിയിൽ ആയിരിക്കാൻ നാം ദൈവസന്നിധി ആഗ്രഹിക്കുന്നു. എന്നാൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ അടുത്ത മാസത്തേക്ക് വേണ്ടിയുള്ളതാണ് നാം ഈ മാസത്തേക്ക് നാം പ്രാർത്ഥിക്കുന്നത്. നാളെ നമുക്ക് സംഭവിക്കാൻ പോകുന്ന വിഷയത്തിന് വേണ്ടിയാണ് ഇന്ന് നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത്. അതാണ് നമ്മുടെ ഓരോ ഉപവാസ പ്രാർത്ഥനയുടെയും വിടുതൽ. അല്ലെങ്കിൽ ഇന്നത്തേക്ക് വേണ്ടി ഇന്നല്ല, നാളത്തേക്ക് വേണ്ടിയുള്ളത് ഇന്ന് നമ്മൾ വഴി വെട്ടി നിരപ്പാക്കി പ്രാർത്ഥിക്കുന്നതായ പ്രാർത്ഥനകളാണ്. അപ്പോൾ അതിന് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ ആലോചനയായിരിക്കും ഈ ഉപവാസ പ്രാർത്ഥനകളിൽ നമുക്ക് തരുന്ന വെളിപ്പാടുകൾ. അപ്പോൾ അതനുസരിച്ച് നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാനും എല്ലാ കഴിയുന്നത്തോളം എല്ലാ സെക്ഷനുകളെ സംബന്ധിച്ച് ദൈവിക വെളിപ്പാടുകൾ പ്രാപിപ്പാനും ദൈവം ഉത്സാഹിക്കണമെന്ന് ഓർമ്മിക്കുന്നു. വിശുദ്ധ ബൈബിളിനകത്ത് യാക്കോബിന്റെ ലേഖനം 5-ാമത്തെ അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യമാണ് 18-ാമത്തെ വാക്യമാണ് നാം ഇന്ന് കുറിവാക്യമായിട്ട് വായിക്കാൻ ആഗ്രഹിക്കുന്ന വാക്ക്. 5-ാം അധ്യായം യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യമാണ്. ഒന്ന് കുറിവാക്യമായിട്ട് നാം ഈ രാവിലെ സമയം വായിച്ചാൽ, അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്ത് നിന്ന് മഴ പെയ്തു. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്ത് നിന്ന് മഴ പെയ്തു എന്ന വാക്ക്. വീണ്ടും ഒരു പ്രാർത്ഥന നമുക്ക് വേണം എന്നാണ് ആ പദത്തിൽ കൂടി നമ്മൾ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന മേഖലകൾ. അപ്പോൾ വീണ്ടും ഒരു പ്രാർത്ഥന വേണമെങ്കിൽ ആ വീണ്ടുമുള്ള പ്രാർത്ഥന ഇന്നലെ പ്രാർത്ഥിച്ചതുപോലത്തെ ഒരു പ്രാർത്ഥന അല്ല. അതിൻ്റെ പുറകിൽ ചില വർഷങ്ങൾ പഴക്കമുള്ള വിഷയത്തിനകത്ത് നീതിയും വിടുതലും അയക്കുവാൻ തക്കവണ്ണമുള്ള ദൈവത്തിന്റെ പദ്ധതിയാണ് വീണ്ടുമുള്ള പ്രാർത്ഥന പുറകിൽ മാറ്റി വെച്ചിരിക്കുന്ന അന്തരീക്ഷങ്ങൾ. നമുക്കൊന്നുകൂടി ചിന്തിച്ചു കഴിഞ്ഞാൽ, ഒന്നാം പ്രാവശ്യം തൊട്ടു ഫസ്റ്റ് ടച്ച്, ആദ്യത്തെ സ്പർശനത്തിനകത്ത് ഒരു പുക പോലത്തുള്ള മറുപടിയാണെങ്കിൽ രണ്ടാമത്തെ സന്ദർശനത്തിനകത്ത് അത് സ്പഷ്ടമായിരുന്ന വാക്കാണ്. സ്പഷ്ടമായിരുന്ന വാക്ക്. അപ്പൊ ഒന്നാമത്തെ പ്രാർത്ഥനയിലും വിടുതൽ നടന്നിട്ടുണ്ട്, വിടുതൽ നടന്നിട്ടില്ലെന്നല്ല. രണ്ടാമത്തെ പ്രാർത്ഥന വിടുതലുണ്ട്, നടന്നിട്ടല്ല. ചിലപ്പോൾ അധികം പ്രാർത്ഥിക്കാൻ വന്നാൽ അതിനർത്ഥം ഒരു സ്പഷ്ടം എന്നൊരു വിഷയം വെളിപ്പെട്ട് വേണം. ആ സ്പഷ്ടത്തിന് വേണ്ടിയാണ് വീണ്ടും എന്നൊരു വാക്ക് നമുക്ക് വരേണ്ട കാര്യങ്ങൾ. അതുകൊണ്ട് ഈ 6-ാമത്തെ മാസത്തിൽ നാം ദൈവസന്നിധിയിൽ ഈ 3 ദിവസങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വീണ്ടും ഒരു പ്രാർത്ഥന വേണമെന്നാണ് പരിശുദ്ധാത്മാവ് കുറിച്ച് വെച്ചിരിക്കുന്ന വാക്ക്. ആ വീണ്ടുമുള്ള പ്രാർത്ഥനകളായ 2-3 ആശയം നമുക്ക് ഈ രാവിലെ ചിന്തിക്കണം. അതിന് മുമ്പിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അഡ്വാൻസ് ആയിട്ടുള്ള ഒരു 2-3 കാര്യം കൂടെ ഒന്ന് ചിന്തിച്ചിട്ട് നമുക്ക് ആ വെളിപ്പാടിലേക്ക് നമുക്ക് നീങ്ങാം. ഉൽപ്പത്തി പുസ്തകം 8-ാമത്തെ അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം മുതൽ ഒന്ന് പെട്ടെന്ന് വായിച്ച്. ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം മുതൽ ഒന്ന് വായിച്ചു. ഓർത്തു. അടുത്ത വാക്യം വായിച്ചു. അടിപ്പിച്ചു. അടുത്ത് നിലച്ചു. അടഞ്ഞു. അടുത്ത് നിന്നു. അടുത്ത വാക്യം ഇറങ്ങിക്കൊണ്ടിരുന്നു. അടുത്ത വാക്യം വെള്ളം കുറഞ്ഞു തുടങ്ങി. അടുത്ത വാക്യം അത് 7-ാം മാസം 17-ാം തീയതി പെട്ടകം അരരാത്ത് പർവ്വത്തിൽ
ഒന്ന് ഓർത്തു, രണ്ട് അടുപ്പിച്ചു, മൂന്ന് അത് നിമിത്തം നിലച്ചു, നാല് അത് നിമിത്തം അടഞ്ഞു, അടുത്ത് നിന്നു, ഇറങ്ങിക്കൊണ്ടിരുന്നു. കൺഫ്യൂഷൻസിലാണ്. ഇറങ്ങിക്കൊണ്ടിരുന്നു. അടുത്ത് പറയുന്നു ഉറച്ചു എന്ന വാക്ക് പറയുന്നു. വചനത്തിന് വെളിപ്പാട് പിടിക്കോ? അപ്പൊ അതിന്റെ ആ വെളിപ്പാട് ദൈവമക്കൾ മനസ്സിലാക്കണം. അപ്പോൾ ഒരു കുടുംബത്തോടുള്ള ദൈവനീതിയാണ്. ഒരു ദൂത് കോമണാണ്. ദൂത് കോമൺ മെസ്സേജാണ്. ആ കോമൺ മെസ്സേജ് പരിശുദ്ധാത്മാവ് കൊടുത്തു നോഗയിൽ കൂടെ. പക്ഷെ ആ കോമൺ മെസ്സേജിനകത്ത് നിന്നും ആരും ആ മെസ്സേജ് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല, ഉൾക്കൊണ്ടില്ല. പക്ഷെ അതിനകത്ത് നിന്നും പ്രസംഗിച്ച ആ പാസ്റ്ററും അദ്ദേഹത്തിന്റെ ഭാര്യയും അദ്ദേഹത്തിന്റെ മക്കളും അദ്ദേഹത്തിന്റെ മരുമക്കളും 8 പേർ കൂടെ ഉൾപ്പെടെ 8 പേർ ആ ദൂതനെ അക്സെപ്റ്റ് ചെയ്തു, ആ റിസീവ് ചെയ്തു. അപ്പോൾ ഒരു വലിയ പെട്ടകം, ഒരു വലിയ കപ്പൽ ഉണ്ടാക്കിയത് ഒരു ചെറിയ കുടുംബത്തിന് വേണ്ടിയാണ്. സ്തോത്രം. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു, അവൻ മുഖാന്തരവും അവനായിട്ടും. ആ വാക്ക് പറ, ക്രിസ്തു മുഖാന്തരവും ക്രിസ്തുവിനായിട്ടും എന്ന വാക്ക് വരുമ്പോൾ ഇവിടെ നോഹയ്ക്കും വേണ്ടിയും വാക്ക് പറഞ്ഞ നോഹയ്ക്കും വേണ്ടിയും ദൈവം ഒരു പെട്ടകം ഉണ്ടാക്കി. ആണോ? അല്ല, സകലർക്ക് വേണ്ടിയാണ് ഉണ്ടാക്കിയെങ്കിലും ഇപ്പോൾ ആരേനകത്തുള്ളൂ? നോഹ മാത്രമേ ഇതിനകത്തുള്ളൂ. അപ്പൊ നോഹ മാത്രം ഉണ്ടെങ്കിൽ ഓർത്തോണം, അവന് വേണ്ടി, അവർക്ക് വേണ്ടി ദൈവാത്മാവ് കാര്യം ചെയ്തപ്പോൾ അതിനകത്തിരിക്കുന്ന സകല പക്ഷി മൃഗാദികളും വിത്തുന്ന സസ്യങ്ങൾ ഉൾപ്പെടെയുള്ള സകലവും ഒരു കുടുംബത്തിന് വേണ്ടിയാണ്. ദൈവസന്നിധിയിൽ കുടുംബത്തിനകത്ത് ഏറ്റവും വലിയ പ്രാധാന്യം ആവശ്യമാണ്. അതുകൊണ്ട് ആ വെളിപ്പാട് അതുപോലെ തന്നെ എടുക്കണം. ആ വെളിപ്പാട് കറ നിൽക്കാതെ തന്നെ ആ വെളിപ്പാട് അതുപോലെ ചോദിക്കാതെ വെളിപ്പാടക്കണം. അപ്പോൾ ദൈവം എന്നെ ഈ 6-ാം മാസത്തിന്റെ 28-ാം തീയതി ഈ സഭയ്ക്കകത്ത് കൊണ്ടിരുത്തി ഈ വെളിപ്പാട് പരിശുദ്ധാത്മ പറയുമ്പോൾ 7-ാം മാസം 14-ാം തീയതി ഒരു ഉറപ്പിന്, ഒരു കൺഫർമേഷൻ അംശമാണ്. അപ്പൊ ആ കൺഫർമേഷൻ ദൈവാത്മാവ് ഒരു കുടുംബത്തെ കൊണ്ട് ഉറപ്പിക്കണം. അപ്പൊ ദൈവസഭയുടെ വിജയം എന്താണ്? കുടുംബങ്ങളാണ്. ഒരു ദേശത്തിന്റെ വിജയവും ഒരു കുടുംബമാണ്. ഒരു രാജ്യത്തിന്റെ വിടുതൽ ഒരു കുടുംബമാണ്. എന്തിനേറെ പറയുന്നു, ഏതിനും എന്ത് ആവശ്യമാണ്? കുടുംബം ആവശ്യമാണ്. അതാണ് കുടുംബം കുടുംബമായി, കുലം കുലമായി, അടുത്ത പല വാക്കാണ് ഗോത്രം ഗോത്രമായി എന്നൊക്കെ പദങ്ങൾ പരിശുദ്ധാത്മാവ് വചനത്തിന് കുറിച്ച് വെച്ച വാക്ക് വളരെ പ്രാധാന്യപ്പെട്ട കാര്യമാണ് അവിടെ കൊടുത്ത വാക്ക്. അപ്പോൾ ഒരു കുടുംബത്തിന് വേണ്ടി കർത്താവ് ആമേ ഓർത്തു എന്ന വാക്ക്, ഒരു കുടുംബത്തെ കർത്താവ് ഓർത്തു. ഇന്ന് രാത്രി അവിടെ അടിക്കുറിപ്പിട്ട് നമ്മൾ ചിന്തിക്കണം, ദൈവമേ എന്റെ കുടുംബത്തെ ഈ 28-ാം തീയതി ആമേ പ്രഭാതത്തിൽ ദൈവം ഓർത്ത് കഴിഞ്ഞാൽ ഒരു കൽപ്പന ദൈവത്തിന്റെ വായിൽ പുറപ്പെടണം. ദൈവത്തിന്റെ വായിൽ ഒരു കൽപ്പന പുറപ്പെട്ടാൽ ആ ഖുർആനിൽ പുറപ്പെട്ട ആ ശബ്ദത്താൽ ദൈവാത്മാവ് കുടുംബത്തെ ഓർത്ത് കൽപ്പിച്ചതുകൊണ്ട് ആ കുടുംബത്തെ ദൈവം ഉറപ്പിക്കുമെന്ന വാക്കാണ്. ഇന്ന് രാത്രി ഈ ശുശ്രൂഷയിൽ നമ്മുടെ ഹൃദയത്തിനകത്ത് പിശാചി എന്തെങ്കിലും തെറ്റായ ആശയം കൊണ്ടിട്ട് നമ്മെ കൺഫ്യൂസ് ആക്കി മാറ്റിക്കൊണ്ടെങ്കിൽ ഇന്ന് രാവിലെ ഡിക്ലർ ചെയ്യണം, പ്രഖ്യാപിക്കണം. എന്താ പ്രഖ്യാപിക്കുന്നത്? എന്റെ കുടുംബത്തെ തലമുറകളിൽ സ്വർഗ്ഗം ഓർത്തിട്ടുണ്ട്. ആ ഓർത്ത ദൈവത്തിന് എനിക്ക് വേണ്ടി കൽപ്പിക്കാം. ആ വ്യക്തിയിൽ നിന്ന് കൽപ്പന പുറപ്പെട്ടുവെന്ന് എന്റെ ഉള്ളം പറയുകയാണ്. എന്റെ ദൈവത്തിന്റെ ശബ്ദം എനിക്ക് ഇറങ്ങിയിട്ടുണ്ട്. അവന്റെ കൽപ്പനയാണ് എന്റെ ജീവിതത്തിൽ ഒരു വിടുതൽ സംഭവിക്കണമെന്ന് ഇന്ന് രാവിലെ സമയം പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. ഹല്ലേലൂയ. ഇനി അവിടെ ഒരു ചെറിയൊരു ആശയം കൂടി എനിക്ക് സഭയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഒന്നുകൂടി 1-ാമത്തെ വാക്യം വായിക്കാമോ? വായിച്ചോ. പെട്ടകത്തിൽ ഉള്ള സകല ജീവികളെയും സകല മൃഗങ്ങളെയും ഓർത്തു. എവിടെ ഉള്ളതാ? ഇന്ന് വാക്ക് ക്രിസ്തുവിൽ, ഇൻ ചർച്ച്, സഭയിൽ. അപ്പൊ അകത്തുള്ളവരെ ദൈവം ഓർത്തു.
എവിടെ ഉള്ളവനെ ഓർത്തില്ല, പുറത്തുള്ളവനെ ഓർത്തില്ല. ഇവിടെയാണ് വലിയ പ്രാധാന്യമുള്ള വിഷയം. ദൈവത്തിന് ഓർക്കണം. ഈ 12 ശിഷ്യന്മാർ കർത്താവുണ്ടായിരുന്നു. ഈ 12 ശിഷ്യന്മാരിൽ വെച്ച് ഏറ്റവും ഓർത്ത ഒറ്റ ശിഷ്യനേ ഉള്ളൂ. ആരായിരിക്കും പറഞ്ഞേ? യോഹന്നാനെ മാത്രമേ ഓർത്തിട്ടുള്ളൂ. കാര്യം കക്ഷിക്ക് എന്ത് വേണ്ട, ആരുമായിട്ട് നുണയും കൊതിയും പറഞ്ഞ സ്വഭാവം ആർക്കില്ല. കക്ഷി പിടിക്കുന്നതോ അപ്പോൾ തന്നെ കൂട്ടുപിടിക്കുന്ന സ്വഭാവം ഒന്നും തനിക്കില്ല. തനിക്ക് ഒറ്റക്കാരൻ യേശു വന്നോ നെഞ്ചത്ത് ചേർത്ത് പുള്ളിക്ക് ഇരിപ്പുണ്ട്. അത് യേശു എഴുന്നേൽക്കുന്ന സമയം വരെ ആ ഒറ്റ ഇരിപ്പാണ്. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിനകത്തുള്ള വാക്കാണ് യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട്. യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട്. മേലാ സംഭവിക്കേണ്ട കാര്യത്തെ തന്റെ ദാസന്മാർക്ക് അറിയിക്കണം. അത് അവന് കൊടുത്തു. ആർക്കാ? യോഹന്നാൻ കൊടുത്തു. ആര് ഓർത്തു? യോഹന്നാൻ ഓർത്തപ്പോൾ കൊടുക്കാൻ പറ്റിയ ഒരുവനേ ഉള്ളൂ, അത് യോഹന്നാൻ മാത്രമാണ്. ഇന്ന് രാവിലെ സമയ അകത്തുള്ളവരെ ക്രിസ്തു ഓർത്തുവെങ്കിൽ, സഭയ്ക്കകത്തുള്ളവരെ ക്രിസ്തു ഓർത്തുവെങ്കിൽ, കുടുംബത്തിനകത്ത് ക്രിസ്തു ഓർത്തുവെങ്കിൽ, ക്രിസ്തുവിനകത്തുള്ളവരെ ക്രിസ്തു ഓർത്തുവെങ്കിൽ, ഓർത്തവന്റെ കയ്യില് എന്തെങ്കിലും കൊടുപ്പാൻ താല്പര്യമുള്ള കർത്താവേ. ഏകദേശം മനസ്സിലാകുന്നുണ്ടല്ലോ. അപ്പൊ ഈ വാസ പ്രാർത്ഥനയിൽ നമ്മൾ ദാവീദ് പലപ്പോഴും കർത്താവ് നീ എന്നെ മറന്നു കളയരുതേ എന്ന് ദാവീദ് പറയേണ്ട കാര്യം എന്താ? നീ എന്നെ മറക്കരുതേ കർത്താവ് പറയട്ടെ, നീ എന്നെ മറക്കരുതേ എന്ന് പറയുന്ന കാര്യം എന്താ? ഒരു ചെറിയൊരു അപാകതകൾ ആർക്ക് വന്നിട്ടുണ്ട്? അപാകതകൾ ഉള്ളൂ തന്നെ ജീവിതത്തിൽ. പക്ഷെ അപാകതകൾ വരുന്നതോറും ദൈവം മറക്കുമെന്ന് പേടിച്ചിട്ട് രണ്ടിലും വെണ്ണിയിലും കിടന്ന് ദൈവസംഘം നെടുവാനെ കരഞ്ഞിട്ട് എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് കരയുന്നൊരു ചീട് തനിക്കുള്ളത് കൊണ്ട് വീണ്ടും ദൈവം ഓർക്കും. വീണ്ടും ദൈവം ഓർക്കും. ഇത് രാവിലെ യുവാസ പ്രാർത്ഥനയിൽ ദൈവത്തിനെ ഓർക്കാൻ കഴിയാത്ത നിലയിൽ, അഥവാ ദൈവം മറക്കാൻ പറ്റുന്ന സാഹചര്യത്തിൽ വന്നു എന്ന് തോന്നലുണ്ടെങ്കിൽ അവിടെ ഒരു ശുദ്ധീകരണം നമുക്ക് വളരെ അത്യാവശ്യമാണ്. സോദരാ, വളരെ അത്യാവശ്യമാണ്. വാക്കുകൊണ്ടോ നോട്ടമുണ്ടോ ചിന്ത കൊണ്ടോ കൊടുക്കൽ വാങ്ങൽ കൊണ്ടോ എന്തെങ്കിലും കുറവുകൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ സ്വർഗ്ഗത്തിലെ കർത്താവ് മറക്കുന്ന അല്ലെങ്കിൽ വലിയ പ്രാധാന്യം നമുക്ക് തരാത്ത വണ്ണമുള്ള ഏതെങ്കിലും വിഷയം വന്നു പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ശുദ്ധീകരണം ഈ ഉപവാസ പ്രാർത്ഥനയ്ക്ക് അത്യാവശ്യമാണ്. അങ്ങനെ ശുദ്ധീകരണം വന്നു കഴിഞ്ഞാൽ അവൻ നമ്മെ അവൻ ഓർത്ത് കഴിഞ്ഞാൽ അവൻ നമ്മുടെ കയ്യിലോട്ട് ജീവിതത്തിൽ എടുത്ത് തന്ന് നമ്മെ ആചരിപ്പാത്തക്കവണ്ണം സ്വർഗ്ഗത്തിലെ കർത്താവിന് പ്ലാനുണ്ട്. സ്തോത്രം പറയാമോ? കരകോട്ടി. അപ്പൊ അവിടെ ഒരു വിഷയം കൂടി ഞാൻ ഒരു പാസ്റ്ററായിട്ട് പറയാം. എവിടെ ഉണ്ടായിരിക്കണം? അകത്തുണ്ടായിരിക്കണം. അകത്തുണ്ടായിരിക്കണം. നിർബന്ധമാണ്. അകത്തുള്ളവരെ ദൈവം അറിയുന്നു, അല്ലെ? തനിക്കുള്ളതിനെ അറിയുന്നു, തനിക്കുള്ളതിനെ പേര് ചൊല്ലി വിളിക്കുന്നു. ഈ പദങ്ങളൊക്കെ യോഹന്നാൻ സുവിശേഷം ബന്ധപ്പെട്ട കാര്യമാണ്. അവനെ അറിയുന്നു, അത് ഓർക്കുന്നു, അതിനൊക്കെയും പേര് ചൊല്ലി എന്ത് ചെയ്യാ? വിളിക്കുന്നു. ഇതെല്ലാം അകത്തുള്ളവരോടുള്ള ദൈവത്തിന്റെ പരിഗണനകളാണ്. അപ്പൊ പുറത്തുള്ളവരെ അറിയണമെന്നില്ല, പുറത്തുള്ളവരെ ഓർക്കണമെന്നില്ല, പുറത്തുള്ളവരെ പേര് വിളിക്കണമെന്നില്ല. പക്ഷെ ഇന്ന് രാവിലെ ദൈവസന്നിധിയിൽ ആ 24 മണിക്കൂർ ദൈവത്തോട് ചേർന്ന് സഞ്ചരിക്കുന്ന ദൈവമക്കൾ നാം ആണെങ്കിൽ സ്വർഗ്ഗം നമ്മെ ഓർത്തിരിക്കും. അവർ ഓർത്തിട്ടപ്പോൾ അവിടെ വാക്കാണ്, അവർ ദൈവം അതിന്മേൽ ഒരു കാറ്റ് ചെയ്തു അടുപ്പിച്ചു. അടുപ്പിച്ചു എന്ന് പറഞ്ഞാൽ കൽപ്പിച്ചു. എന്തിനാ? കാറ്റിനെ കൊണ്ട്, കാറ്റിനോട് കൽപ്പിച്ചിട്ട് നിലത്തിന്റെ ആ ചതുപ്പ് അന്തരീക്ഷം മാറുവാൻ, അല്ലെങ്കിൽ ആ നനഞ്ഞിരിക്കുന്ന ഈ അന്തരീക്ഷം മാറ്റുവാൻ കാറ്റ് കൊണ്ട് ഉണക്കിപ്പിക്കാൻ അവൻ കൽപ്പിച്ചു. അത് ഉണക്കിപ്പിച്ചു പോകണം. അപ്പൊ ഇന്നലെ വരെ നമ്മൾ എന്തായിരുന്നു? ഒരു കാല് ചവിട്ടുമ്പോൾ അത് താണു പോകുന്നു. ആ കാലെടുത്തിട്ട് അടുത്ത കാല് വെക്കുമ്പോൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്തു? താഴുന്നു. വീണ്ടും അടുത്ത കാലെടുക്കുമ്പോൾ
വീണ്ടും നമ്മൾ ചള്ളയ്ക്കകത്ത് വീണ്ടും നിബന്ധിച്ച് താഴോട്ട് പോകുന്നല്ലാതെ അത് പൊങ്ങി വരുവാൻ തക്കവണ്ണം കഴിയുന്നില്ല എന്ന് നമുക്ക് ഇത്രയും വർഷത്തെ അനുഭവം നമുക്കറിയാം. അന്ന് നമ്മൾ എപ്പോഴും പ്രവാഹം എന്ന് കർത്താവെ സ്വന്തം കാലിൽ പിടിച്ചു നിന്ന് നേട്ടം കൊയ്യാൻ പറ്റുന്നത് എന്ന് പലപ്പോഴും അറിയാതെയോ കണ്ണീരോടുകൂടെ നമ്മൾ പറയുന്ന ആരോട് കൈ നീട്ടാതെ മറ്റുള്ള ഭാഗം ഒന്ന് തലമുക്ക് നിൽപ്പാൻ തക്കവണ്ണം എന്ത് കഴിയും അവരെ മുമ്പിൽ എന്നെ പരികാശിച്ചേമാക്കാറുമല്ല എന്നവരും മാനം അധിക്കാൻ പറ്റുമെന്ന് ചിന്തിക്കുന്ന ചോദ്യത്തിന് മറുപടിയാണ് അവൻ കൽപ്പിച്ച കാറ്റിനെ അടിപ്പിച്ചാൽ ആ ചതുപ്പിനെ ചവളയെ മാറ്റിയിട്ട് അതിനെ ഉറപ്പുള്ള സ്ഥലമാക്കി മാറ്റി ഉറപ്പിച്ചു ഉയർത്തുവാത്തക്കവണ്ണം ദൈവം വിശ്വസ്തനാണ്. കരം ഉയർത്തി പറഞ്ഞാൽ ആറാമത്തെ മാസം 20 ദൈവസ്ത്രീയാ ദൂത് വെച്ച് പ്രാർത്ഥിച്ചാൽ എനിക്ക് വേണ്ടി കൽപ്പന പുറപ്പെട്ട് ആ ചതുപ്രദേശത്തെ മാറ്റുവാൻ ദൈവത്തിന്റെ കൽപ്പനയിൽ കഴിയുമെന്ന് ഇന്ന് രാവിലെ ഒരുമിച്ച് കരങ്ങളടിച്ച് ആ വലയത്തുണ്ടാകിയ സമർപ്പണത്തോടെ അവരെ പ്രാർത്ഥിച്ചറിയുക. എനിക്ക് താമസിക്കരുത്, ഇത് താമസിക്കരുത്, ഇത് താമസിക്കരുത്. ഓർത്ത് ഉയർത്തുന്ന ഒരു കർത്താവ് ഇന്ന് രാവിലെ നമ്മെ ഓർക്കണം. നമ്മുടെ കുടുംബത്തെ ഓർക്കണം, നമ്മുടെ കുഞ്ഞിനെ ഓർക്കണം. ഈ ഒരാശയുടെ അകത്തേക്ക് കയറി വന്നത് പെട്ടെന്ന് നമ്മുടെ ചില ദൈവമക്കളെ തലമുറ വിഷയമായിട്ട് പ്രാർത്ഥിക്കുന്നവർ നമ്മുടെ ദൈവസഭയ്ക്കകത്ത് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ആ ഒരു വിഷയം ഉണ്ടെന്നറിയാം. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു റിമൈൻഡർ, ഒരു ചിന്ത, ഒരു ഓർമ്മപ്പെടുത്തലിന് വേണ്ടി ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട അകത്ത് വന്നുകൊണ്ട് കയറി വന്നു. 1 രാജാക്കളുടെ പുസ്തകം അതിന്റെ 1-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം ഒന്ന് വായിച്ചതാണോ? 1 രാജാക്കളുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു പ്ലീസ്. വേഗത്തിൽ അതിൽ വെളിപ്പാട്. രക്ഷിക്കേണ്ടതിന് ഞാൻ നിനക്ക് എന്ത് ചെയ്യും? നിങ്ങൾ ആ 1-ാം അധ്യായം മുഴുവൻ വായിക്കണം, വീട്ടിൽ പോയിട്ട് വായിക്കണം. എനിക്ക് സോഴ്സ് പറയാതെ ഈ ഒരു വിഷയമായിട്ട് എനിക്ക് ഒരു ദൂത് വന്നതുകൊണ്ട് അതിനെ തുടർന്നു പോയി. ഈ നാഥാൻ പ്രവാചകൻ എന്നൊരു പ്രവാചകൻ ഉണ്ടല്ലോ, ആ നാഥാൻ പ്രവാചകനാണ് രാജാവായ ദാവീദിന്റെ പ്രവാചകൻ, അല്ലെങ്കിൽ ദാവീദിന് വേണ്ടി ദൂത് പറയുന്ന വ്യക്തിയാണ്. ആരാ? ഓർമ്മപ്പെടുത്താൻ ഇതുപോലൊരു ആത്മീക നേതൃത്വത്തെ ശക്തി അത്രമാത്രം നന്നായിട്ട് ദൂത് കൊടുപ്പാൻ തക്കവണ്ണം റീറൈറ്റ് ചെയ്യുവാൻ കുടിയിരിപ്പാൻ തക്ക ദൈവം ഉപയോഗിച്ച് അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രവാചകനാണ് നാദാ പ്രവാചകൻ. അവൻ നാദാ പ്രവാചകൻ കൂടി പണ്ട് ദൂത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ ദൂത്? നീ മരിച്ചാൽ നിന്റെ സിംഹാസനത്തിൽ ഞാനൊരു മകനെ നീ ഇരുത്തും. അത് നാദാ പ്രവാചകൻ ദൂതാണ്. അപ്പോഴാണ് പൊട്ടിക്കരഞ്ഞ കർത്താവെ രക്തത്തോടെ കൊണ്ടുവരുവാൻ ഞാൻ എന്റെ ഗ്രഹോ എന്നുള്ള വാക്ക് പറഞ്ഞു. ഇപ്പോൾ ദാവീദ് വയസ്സായി, രാജാവ് കണ്ണടഞ്ഞു, വളരെയധികം പ്രായാധിക്യം കൊണ്ട് നിൽക്കുന്നു. പക്ഷെ താൻ ജീവിച്ചിരുന്നപ്പോൾ തന്റെ അവകാശിക്ക് ആ കസേര കൈമാറിയിട്ടില്ല. അതുകൊണ്ട് എന്ത് പറ്റി? എല്ലാവർക്കും അറിയാം ഇത് വരേണ്ടത് ആർക്കാ? ശലോമനാണ് വരേണ്ടതെന്ന്. അബ്സലോം എന്ന് പറയുന്ന ദാവീദിന്റെ ഒരു മകനും അദോനിയാ എന്ന് പറഞ്ഞ മറ്റൊരു മകനും അറിയാം. അവരുടെ ഭാര്യമാർക്കും അറിയാം. അതുകൊണ്ട് ശലോമനെയും അവരുടെ അമ്മയെ കൊല്ലണം. പക്ഷെ ശലോമനാകട്ടെ 8 വയസ്സിനകത്ത് മാത്രമേ പ്രായമുള്ളൂ. അവൻ രാജാവാകാൻ പ്രാപ്തിയില്ല, ചിന്ത ഉണ്ട്. അതുകൊണ്ട് അദോനിയാവും അബ്സലോമും അവർ കസേരയൊക്കെ ഉണ്ടാക്കിയിട്ടുകൊണ്ട് അവരാരായി വരാനിരിക്കുന്നു? ദാവീദിന്റെ സിംഹാസനം പിടിച്ചടക്കുവാൻ ജനത്തെ വശീകരിച്ച് രാജാവ് വരാനിരിക്കുകയാണ്. അങ്ങനെ വരാൻ നിൽക്കുന്ന സമയത്ത് ഇത് ആരെ ചെവിയിൽപ്പെട്ടു? പ്രവാചകൻ ചെവിപ്പെട്ടു. പ്രവാചകൻ ദൂത് അങ്ങനെ അല്ലല്ലോ. ദൂത് അബ്സലോമിനോ അദോനിയാവിനോ അല്ല വരേണ്ടത്. ആ ദൂത് വരേണ്ട ആർക്കാ? ശലോമനാണ് ദൂത് വരേണ്ടത്. ദൂത് അവൻ തലമുറയ്ക്ക് വരേണ്ടത്. ആ ശലോമൻ ദൂത് വരുന്നതിന് പകരം ശലോമനെ
കൊല്ലുവാനും തന്റെ അമ്മയെ കൊല്ലുവാനും പ്ലാൻ ചെയ്ത് അവൻ അദോനിയാം അബ്ശലോം പ്ലാൻ ചെയ്തിരിക്കുന്നു എന്ന് കാഴ്ചപ്പോൾ ദാവീദിന്റെ അടുക്കലേക്ക് ഓടിപ്പോകാൻ വരുമ്പോൾ ശലോമോന്റെ അമ്മയെയും ശലോമനെയും കണ്ടപ്പോൾ ശലോമോന്റെ അമ്മയോട് പറഞ്ഞു, കുഞ്ഞെ ഞാൻ ഒരു ആലോചന പറഞ്ഞുതരാം, നീ ആലോചന ഇരുന്ന് കേട്ടില്ല എങ്കിൽ അമ്മയെ നിന്നെ വെട്ടിക്കൊല്ലുവാൻ മരണത്തിന്റെ കരാളകഷ്ടത്തിൽ നീ വീഴുവാൻ, നീ തലമുറ അധപ്പതിപ്പാൻ പിശാച് മനുഷ്യന് പോലെ പ്ലാൻ ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, ഞാൻ പോയി ദാവീദിനോട് പറയുന്നുമായി നീ പോയി രാജാവിന് പറയണം, രാജാവേ ദൂത് കിടക്കുന്നത് നിന്റെ വാവുകൊണ്ട് സത്യം ചെയ്ത് ശലോമൻ ആരായി മാറുമെന്ന, പിന്നെ ആരാണ് അദോനിയാവ് വന്നിരിക്കുന്നത് എന്ന് പറയണം. നീ ആ വിഷയത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനും കൂടെ പോയി എന്ത് ചെയ്യാം, ആ വിഷയത്തെ ഉറപ്പിച്ചോളാം. ഈ റിമൈൻഡർ അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്തൽ എന്ന് പറയുന്ന ഭയങ്കര കാര്യമാണ്. അതങ്ങനെ സത്യം ഓർത്തോണം. അവർ വീണ്ടും പ്രാർത്ഥിച്ചു. അപ്പൊ വീണ്ടും നമ്മൾ സബ്ജക്റ്റ് ഓർത്തോണം. നമുക്ക് അതാണ് ജോലി ശുശ്രൂഷിക്കേണ്ടത്. വീണ്ടും പ്രാർത്ഥിച്ചു. നമ്മുടെ പ്രാർത്ഥനയിൽ റിമൈൻഡർ പ്രയറായിരിക്കണം, ഓർമ്മപ്പെടുത്തലായിരിക്കണം പ്രാർത്ഥന. ഇന്ന് കൂട് കിടപ്പുണ്ട്, എന്റെ കുഞ്ഞിനെ കുറിച്ച് കൂട് കിടപ്പുണ്ട്, ഇങ്ങനെ വെളിപ്പാട് കിടപ്പുണ്ട്. ഈ വെളിപ്പാട് പൂർത്തിയായില്ലല്ലോ, അത് പെൻഡിങ് ആണല്ലോ. അത് 7-ാം മാസമെങ്കിലും നീ അതെനിക്ക് വേണ്ടി പൂർത്തിയാക്കി തരണമെന്ന് നിർബന്ധത്തോടെ റിമൈൻഡർ, ഒരു ഓർമ്മപ്പെടുത്തൽ ഈ പ്രാർത്ഥനയിൽ ചെയ്യണം. സ്വന്തം പറഞ്ഞേ, ഓർമ്മപ്പെടുത്തണം. ആ ഓർമ്മപ്പെടുത്തൽ കൊണ്ട് എത്തിക്കുന്നത് നമ്മുടെ പദവിയിലോട്ട് തന്നെ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആ പദവിയിലോട്ട് തന്നെ, ആ കുഞ്ഞിന്റെ ഉയർച്ചയിലേക്ക് തന്നെ വന്ന് പതിപ്പിക്കും. ആമേൻ. ശലോമോനും തന്റെ അമ്മയും പോയിട്ട് ആ വിഷയത്തെ ദാവീദ് പറഞ്ഞപ്പോൾ ദാവീദ് ശരിയാണല്ലോ, ഇത് ശരിയാണല്ലോ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ശലോമോനാണ് അടുത്ത അനന്തരവകാശം എനിക്കറിയാം, ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് നിന്നോട് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടൊരു കാര്യം ചെയ്യും, ആരാ ഞാൻ ഇന്ന് ഇപ്പോൾ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് രാജാവിന്റെ സിംഹാസനത്തിനകത്തേക്ക് ആ സ്പോട്ടിൽ അപ്പോയിന്റ്മെന്റ് ശുശ്രൂഷ നടന്നു. ഇന്ന് ഈ പകൽ നാം ഇവിടെ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പറ, ഞാൻ ഇവിടെ റിമൈൻഡ് ചെയ്ത് ഓർമ്മപ്പെടുത്തി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്റെ വിഷയത്തിനകത്ത് ഒരു അപ്പോയിന്റ്മെന്റ് ഇവിടെ നടക്കുന്നുണ്ടെന്ന് വിശ്വാസത്തോടെ കരവരിച്ചു പറ. ഇന്ന് രാവിലെ ദൈവത്തിന്റെ അത്ഭുതം ആവശ്യ ഓർമ്മപ്പെടുത്തൽ പ്രാർത്ഥനയിൽ കൂടെ ദൈവാത്മാവ് ചെയ്യുമെങ്കിൽ അവർ വീണ്ടും പ്രാർത്ഥിച്ചു, അവർ വീണ്ടും പ്രാർത്ഥിച്ചു, അവർ വീണ്ടും ഓർമ്മപ്പെടുത്തി, അവർ വീണ്ടും ഓർമ്മപ്പെടുത്തി, അവർ വീണ്ടും പറഞ്ഞു ആ കരകളെ അടിച്ചാത്മാവിൽ പറഞ്ഞ ചുടപടമതനം ശമ്പലമുള്ളവൻ അക്ഷരങ്ങളുടെ മക്കളമുള്ളവൻ അക്ഷരകാല ഭാഷയെ തന്നെ അതാതിനും സന്ധ്യ അഭിഷേകത്തിന്റെ സ്വർണ്ണത്തോടെ പ്രാർത്ഥിച്ചാണ്. ഇവിടെ നമ്മൾ ഓർമ്മപ്പെടുത്തി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ, ഈ വെളിപ്പാടെടുക്കുമ്പോൾ തന്നെ, ഈ ഊരെടുക്കുമ്പോൾ തന്നെ, അകം പഠിക്കുമ്പോൾ തന്നെ ഇത് അപ്പോഴും കിടക്കുകയാണ്, അപ്പോഴും ദൈവത്തിന്റെ പ്രവൃത്തി കൊല്ലപ്പെടുകയാണ്, അപ്പോഴും അത്ഭുതം പ്രഖ്യാപിക്കപ്പെടുകയാണ്, അപ്പോഴും വ്യത്യാസം വയ്ക്കുകയാണ്. അവ ഇനി പിശാചിനെ തടയാൻ പറ്റില്ല. അദോനിയാവിന് അബ്ശലോമിനോ മറ്റൊരു ജാതിയെ ശ്രദ്ധിക്കോ അകത്തെ ശ്രദ്ധിക്കോ ആ ഉയർച്ച തടയാൻ പറ്റില്ല. ആ തലമുറയ്ക്ക് വേണ്ടി ദൈവാത്ഭുതമുണ്ട്. അവൻ ചെയ്ത് വാങ്ങിക്കുമ്പോൾ അതിനകത്ത് ഈ പിശാചിന് മനുഷ്യനെ കൈകടത്താൻ പറ്റില്ല. ഒന്ന് വായിച്ചേ, ആ വാക്യം കൂടെ ഒന്ന് ചേർത്ത് വെക്കാം. 1 ദിനവൃത്താന്തപുസ്തകം 29 ഒന്നാമത്തെ വാക്യം. നിങ്ങൾ മെസ്സേജ് നോട്ട് ചെയ്യുന്നവർ കറക്റ്റ് ആയിട്ട് മെസ്സേജ് നോട്ട് ചെയ്താട്ടെ. 29 അപ്പോയിന്റ് ചെയ്ത ശേഷം പ്രഖ്യാപിച്ചൊരു പദം കൂടി ഒന്ന് വായിച്ചേ. 29-ാം അധ്യായം. അപ്പൊ അവിടെ തന്നെ അപ്പൻ തന്നെ കൺഫേം ആയി കേട്ടോ. അപ്പുറത്തായി കൺഫേം ആയി. അമ്മയെ ഓർത്തോണം, കൺഫേം ആയി. ദൈവം ശലോമനെ തിരഞ്ഞെടുത്തിരിക്കുന്നുവെന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ബോധ്യപ്പെടണം.
ഞാൻ അവന് കഷായിട്ട് കൊടുത്തു, യാഥാർത്ഥ്യമാണ്. പക്ഷേ അവൻ ജനിക്കുന്ന മുമ്പേ അവനെ കുറിച്ച് പ്രവാചകനായ നാഥാനിൽ കൂടെ അരുളപ്പാടുണ്ടായ തലമുറയാണ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാവിലെ ഓർത്തോണം, നമ്മൾ ഉദരത്തുനിന്ന് വന്ന തലമുറ നമ്മൾ ജനിക്കുന്ന മുമ്പേ ചില ദൈവിക പ്ലാനിട്ട് ഇറക്കിവിട്ട തലമുറ. അത്രയും പ്ലാനുകളുണ്ട്, ഹൈ പ്ലാനുകളുണ്ട്, അത്രയും ഹൈ പ്ലാനുകളെ തിരഞ്ഞെടുത്തത്. ഈ പ്ലാനുള്ള കാര്യം ആർക്കറിയാം? ചില കൂട്ടുകാർക്ക് അറിയാം, ചില കുടുംബക്കാർക്ക് അറിയാം, ചില നാട്ടുകാർക്ക് അറിയാം, ചില കൂടെ വിശ്വാസികൾക്ക് അറിയാം, കൂടെ യാത്ര ചെയ്യുന്നവർക്ക് അറിയാം, പിശാചിന് അറിയാം, ശകല വ്യക്തിക്ക് അറിയാം. ഇത് പണ്ടേ ഇട്ടിറക്കിയ വിഷയമാണ്. അതിന് ഞാനൊരു വെളിപ്പാട് വേണ്ടി അകത്ത് വരുന്നു. വായിച്ചേ ആ വെളിപ്പാട്, ഞാൻ വചനം കൊണ്ട് ആ വിശദീകരിച്ച് പറയാം. വായിച്ചേ. ഒന്ന് യോഹന്നാന്റെ ലേഖനം അതിന്റെ 3-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യവും അതിന്റെ 9-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ചേ. സ്വന്തം വായിച്ചോ. പെട്ടെന്ന്. നാം ഇന്നതാകുമെന്ന് ഇതുവരെ നമുക്ക് അറിയത്തില്ല. വാസ്തവത്തിൽ ഒന്ന് എന്റെ മൂത്ത് നോക്കി ആ വചനവുമായിട്ട്. വാസ്തവത്തിൽ അച്ഛാ, നമ്മൾ ആകണത് പോലെ ഇതല്ല നമ്മൾ ഇതല്ല നമ്മൾ ഒരു ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എവിടെ എത്തിയിട്ടില്ല. അടി ഒരു ഭാഗത്ത് എത്തിയിട്ടില്ല. നമ്മൾ റിമൈൻഡ് ചെയ്യണ വാക്ക്, നമ്മളെ വാഗ്ദത്തത്തിന്റെ ഒരു ഭാഗത്ത് വന്നിട്ടില്ല. നമ്മൾ ഒന്നും ആയിട്ടില്ല. യുവാശ പ്രാർത്ഥന കർത്താവിനെ ഒന്നും ആയിട്ടില്ല. അത് ദൈവം നമ്മെ കുറിച്ച് എഴുതിക്കുന്ന ആ പ്ലാനിലോട്ട് വന്നിട്ടില്ല. ഇതല്ല നമ്മുടെ ഉയർച്ച, ഇതല്ല നമ്മുടെ ആത്മിക, ഇതല്ല നമ്മുടെ പ്രത്യാശ, ഇതല്ല നമ്മുടെ വിശ്വാസം, ഇതല്ല നമ്മുടെ ആരാധന, ഇതല്ല നമ്മുടെ അന്യഭാഷ. ഇതിനെക്കാട്ടും ശ്രേഷ്ഠമായിട്ട് അറിയിരിക്കുന്നത് സ്വന്തം. ഇനി എന്തുകൊണ്ട് അത് തെളിയിക്കപ്പെടാത്ത വാക്യം വായിച്ച 9-ാമത്തെ വാക്യം 10-ാമത്തെ വാക്യം വായിച്ചു. പാപം ചെയ്യുന്നില്ല. അവന്റെ അകത്തിട്ടിരിക്കുന്ന പ്ലാൻ അവന്റെ അകത്തിടപെടെ ഇൻബിൽറ്റ് ആണ്. അവന് വിത്ത് അവന്റെ കിടപ്പുണ്ട്. വിത്ത് ഒന്ന് ദൈവത്തിന്റെ വചനം, 2 ദൈവത്തിന്റെ വാഗ്ദത്ത പ്രോമിസ്. അവൻ ദൈവത്തിന്റെ പ്രോമിസ് കിടപ്പുണ്ട്, അവന്റെ അകത്തിടപ്പുണ്ട്. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ പ്രോമിസ് കിടക്കുന്നതുകൊണ്ട് ആ പ്രോമിസ് ഓപ്പണായി വരുമ്പോഴേ അറിയാവൂ നമ്മൾ ഇന്നതാകുമെന്ന് വാക്ക്. പിടികിട്ടുന്നുണ്ടോ? ഏകദേശം കഴിഞ്ഞ മനസ്സിലാക്കണം. ഇന്ന് രാത്രി ഈ ഭാഗത്ത് ശുശ്രൂഷ മനസ്സിലാക്കണം. നമ്മൾ ആരും ദൈവം വെച്ച ആ ഉയർച്ചയിലോട്ടോ ആ നന്മയിലോട്ടോ നമ്മൾ ഇതുവരെയും ആയിട്ടില്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാകണമെങ്കിൽ ഞാൻ 3 വഴി വരികയാണ്. നിങ്ങൾ നോട്ട് ചെയ്താൽ, നിങ്ങൾ ആ റെഫറൻസ് നോട്ട് ചെയ്ത് നീനൊന്ന് വായിച്ചു. ആമേൻ. ഹബക്കൂക്ക് 2-ാം അധ്യായം 19-ാമത്തെ വാക്യം 2:19 വായിച്ചു. 2:19 അവന്റെ വിത്ത് അവന്റെ അകത്ത് കിടക്കും എന്ന വിഷയമായിട്ട് ബന്ധപ്പെട്ട് വെളിപ്പാട് വായിച്ചു. വിത്തിനിയും ആ വാക്ക് 19 വിത്ത് ഹബക്കൂക്ക് ഹഗായി 2:19 സോറി ഹഗായി 2:19 അവിടെ ഞാൻ റെഫറൻസിന് വേണ്ടിയാണ്. ഇനിയും ഇവിടെ കിടപ്പുണ്ട്. കളപ്പുരയിൽ കിടക്കുന്ന കാലം അത്രയും ഇത് ഏത് ഐറ്റം വിത്തെന്ന് ഒരു വ്യക്തിക്കും പ്രവചിക്കാൻ പറ്റില്ല. വിത്ത് അവിടെ പോണച്ചാൽ ഈ വിത്ത് നിലത്ത് വീണം. നമ്മൾ വിതയ്ക്കാൻ പ്ലാൻ ചെയ്യുമ്പോൾ മനസ്സ് മടിപ്പിക്കും. വിതയ്ക്കാൻ പ്ലാൻ ചെയ്യുമ്പോൾ ആരാധിക്കുന്നത് ചിന്തിപ്പിക്കും. വിതയ്ക്കാൻ പ്ലാൻ ചെയ്യുമ്പോൾ ഉപേക്ഷിക്കരുത് പറയും. വിതയ്ക്കാൻ പ്ലാൻ ചെയ്യുമ്പോൾ പറയും വേണ്ട എന്ന് പറയും. നമ്മുടെ ആത്മീക ഉന്മേഷത്തെ കെടുത്തി വെച്ചത് കൊണ്ടാണ് വിത്ത് ഇവിടെ പോകാത്തത്, വായിൽ പോകാത്തത്, നിലത്ത് പോകാത്തത്. അവിടെ നിലത്ത് പോയി വിത്ത് വിതയ്ക്കപ്പെട്ടു വന്നുവെങ്കിൽ നാം ആരായി മാറും? എന്ത് വിത്ത്, ഏത് വിത്ത് എന്ന് ബോധ്യപ്പെടുകയുള്ളൂ. ഈ രാവിലെ യുവാശ പ്രാർത്ഥന പറയണം. അവ ഈ വിത്ത് ഒരിക്കൽ പോലും കളപ്പുരെ കിടക്കാൻ പാടില്ല. ഈ വിത്ത് ഇനി വയലിൽ പോയി വീണോ അതവിടെ കിളിച്ചു വന്നോ അത് ഫലം കഴിക്കുമ്പോഴേ ഞാൻ ഇന്നത് ആകുമെന്ന വാക്കെനിക്ക് പ്രതിപാദോ അത് കൺഫേം ചെയ്യാൻ പറ്റുകയില്ല.
ദൈവത്തിന് പഠിപ്പിക്കുന്ന ആ വെളിപ്പാടെ പഠിപ്പിക്കുന്നതായ ആ വിത്തിന് ഇനി ഒരു കാലവശാലും അവർ ഇട്ടേക്കരുതേ. ആ ദൂതിനെ പുറത്തേക്ക് ഇറക്കണം, ആ വാഗ്ദത്തത്തെ പുറത്തിറക്കണം. അത് റിമൈൻഡ് ചെയ്യണം, അത് ഓർമ്മപ്പെടുത്തി ഇനി വിത്ത് അവിടെ കിടക്കണമെന്നല്ല. വിത്ത് കെട്ടുപോകത്തില്ല കേട്ടോ, വിത്തൊരിക്കലും കെട്ടുപോകത്തില്ല, വാഗ്ദത്തം കെട്ടുപോകത്തില്ല, വെളിപ്പാട് കെട്ടുപോകത്തില്ല, ദൂത് കെട്ടുപോകത്തില്ല, അരുളപ്പാട് കെട്ടുപോകത്തില്ല, പ്രവചനം കെട്ടുപോകത്തില്ല, ആരും സ്വപ്നം കെട്ടുപോകത്തില്ല. ഒരിക്കലും ദൈവം തന്ന ഒരു വാഗ്ദത്തവും കെട്ടുപോകത്തില്ല. അതവിടെ കിടക്കും. പക്ഷെ എന്റെ ഡ്യൂട്ടിയാണ് അവനെ എടുത്ത് വൈകിടുക, അതിനടുത്ത് നിലത്തിട്ട് കളിപ്പിക്കുക എന്റെ ദൂതാണ്. അതിനാണ് ഈ ഓരോ മാസങ്ങൾ ഓരോ കൂട്ടായ്മകളിൽ ദൂത് അരുളപ്പാട് കൊടുത്ത് പ്രാർത്ഥിച്ച് കയറി വരുന്ന കാര്യം. വിത്ത് വല്ലവും കളപ്പുരയിൽ ഉണ്ടെങ്കിൽ അതിനെവിടെ ഇറക്കാനാണ് ഈ പ്രാർത്ഥന? വൈകിറക്കാനുള്ള പ്രാർത്ഥന. ആമേൻ, ആമേൻ, സ്തോത്രം. അങ്ങനെ ഇറക്കി ആ വിത്ത് കിളിച്ചു വന്നെങ്കിൽ ഇന്ന വിത്തെന്ന് നമുക്ക് പറയാൻ പറ്റും. അത് ഈ മാസവും അടുത്ത മാസവും നടക്കണം. 7-ാം മാസം, 10-ാം മാസം, 12-ാം മാസം. 7-ാം മാസം, 10-ാം മാസം നടക്കണം. 12-ാമത്തെ മാസം നമ്മുടെ വിടുതലിന്റെ പുറപ്പാട് മാസമായി. ഞാൻ പിന്നത്തെ ആ വാക്ക് പറയാൻ ജസ്റ്റ് ഒരു കൂട്ടത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ദൂതിന്റെ വെളിപ്പാട്, അപ്പോൾ ഇത് വെളിപ്പെട്ടപ്പോൾ ശലോമോനെ കുറിച്ച് അപ്പൻ പറയാണ്, ഇവൻ ജനിക്കുന്ന വിത്ത് എന്റെ അകത്ത് പാകിയതാണ്. പക്ഷേ എനിക്ക് പ്രായം കൊണ്ട് അല്പം ഒരു ഓർമ്മക്കുറവുള്ളത് കൊണ്ട് നാഗപ്രവാചകനും ഭാര്യയും വന്ന് റിമൈൻഡ് ചെയ്തുകൊണ്ട് എനിക്ക് അവനെ പിടിച്ചു വരുത്താൻ പറ്റി, രാജാവിന്റെ സിംഹാസനത്താൻ പറ്റി. മറക്കരുത്, നിങ്ങളുടെ മക്കളെ കുറിച്ച് നിങ്ങൾക്കറിയാം. മറക്കരുത്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന വിത്ത് എന്തെന്ന്, അവരെ കുറിച്ച് എന്താണ് ദൈവം പ്ലാൻ ചെയ്ത കാര്യം ഒരു പാസ്റ്റർക്ക് അറിയുന്നതിനെക്കാട്ടുപരിയായി ഓരോ ദൈവമക്കൾക്ക് അവരവർക്ക് അറിയാം, നിശ്ചയമായിട്ട് അറിയാം. അഥവാ എവിടെയെങ്കിലും അപാകത ചിന്ത വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്തിയിട്ട് ഇന്ന് അതിനെ ഒന്ന് റീസെന്റ് ചെയ്ത് പറയണം, എന്റെ മകൻ ശലോമൻ അവൻ പ്രായം കൊണ്ട് എളുപ്പമാണ്, അവന് ശരീരത്തിനകത്ത് പ്രകൃതി കുറവാണ്, പക്ഷേ അവന് വേല എന്ന് പറയുന്നത് അവന് മിഷൻ, അവൻ ആരാകുമെന്ന് എനിക്കറിയാം. അത് വലുതാണ് കാര്യം. സ്വന്തം ഇന്ന് രാവിലെ നമുക്ക് പറയാമോ? വീണ്ടും ഒരു റിമൈൻഡർ, വീണ്ടും ഒരു ഓർമ്മപ്പെടുത്തി പറയാം. കർത്താവ്, എന്റെ കുഞ്ഞുങ്ങൾ ഇന്നതാകുമെന്ന് എനിക്ക് ഇപ്പൊ പിടികിട്ടി, അതിനെ അങ്ങേക്ക് മുമ്പ് ഒന്നോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി എന്ത് ചെയ്ത് താമസിക്കരുത്, ഇനി കാലപ്പഴക്കം ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞ് റിമൈൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ ഉപവാസ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിൽ, നമ്മുടെ ഓരോ ജീവിതത്തിൽ അത് വിടുതലും വിജയമാണ്. പെട്ടകത്തിൽ കയ്യിരിക്കുന്ന സകലത്തെ ഓർത്തപ്പോൾ കൽപ്പിച്ചപ്പോൾ കാറ്റടിച്ചു വന്നു. കാറ്റടിച്ചു വന്നപ്പോൾ തന്നെ ആ വെള്ളം നിലച്ചു എന്ന വാക്ക്. മൂന്നാമത്തെ വാക്ക് നിലച്ചു. ഓരോ വാക്കിന് ഓരോ പദം പറയണം. പക്ഷെ ഇപ്പോൾ ഞാൻ തൊട്ട് കഴിഞ്ഞാൽ എനിക്ക് അകത്ത് കിടക്കുന്ന ദൂതിന്റെ വിശേഷതയ്ക്ക് നിങ്ങൾ അല്പം താമസം ഞാൻ കമ്പി വാദത്തെ പറയാം. ഓർത്തു, കാറ്റിനാണിക്കൊണ്ട് അടുപ്പിച്ചു, വെള്ളം നിലച്ചു. അപ്പൊ അതുവരെ വെള്ളം എന്ത് ചെയ്യാം? ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഈ വെള്ളം ഒഴുകുന്നത് കൊണ്ട് കാര്യമൊന്നും നടക്കേണ്ടതുപോലെ നടക്കുന്നില്ല, അല്ലെ? മഴ ഉള്ളത് കൊണ്ട് ഫാസ്റ്റ് വന്നില്ല. മഴ ഇല്ലായിരുന്നുവെങ്കിൽ വരുമായിരുന്നു. മഴ ശക്തമായിരുന്നു, അതുകൊണ്ട് വരാൻ പറ്റില്ല.
അപ്പൊ ദൈവം പറയുന്നു, ഞാൻ എന്ത് ചെയ്യാം, നിർത്തിത്തരാം, എങ്കിലും പോകാമോ എന്ന് ചോദിക്കുമ്പോൾ നമുക്കൊരു അനുകൂലമായ അന്തരീക്ഷം ഉണ്ടാകണം. അപ്പൊ ഇന്ന് രാവിലെ ഒരു വാക്ക് നിങ്ങൾ പറയണം, നീ എന്നെ ഒന്നുകൂടി ഓർക്കണം. എൻ്റെ വിഷയത്തെ ഒന്ന് ഓർക്കണം, എൻ്റെ കുടുംബത്തെ അങ്ങൊന്ന് ഓർക്കണം. ഞാൻ പെട്ടകത്തിനകത്ത് ഇരുന്നോളാം, ഞാൻ പെട്ടകം വിട്ടെത്തിയിട്ടില്ല, പോകത്തില്ല. സഭ ഒരു പെട്ടകമാണ്. ആ പെട്ടകത്തിനകത്ത് സഭയ്ക്കകത്ത് ആളുണ്ടോ, ഏത് ജീവികളുണ്ടോ, ഏത് മൃഗങ്ങളുണ്ടോ, ഏത് മനുഷ്യരുണ്ടോ, അകത്തുള്ളതിന് മുഴുവനും എന്നെ ദൈവം ഓർത്തിരിക്കും. ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി. അപ്പൊ എന്തുകൊണ്ട് കൽപ്പന വരാത്തതെന്നും നമുക്ക് ഏകദേശം ചെറിയ ഐഡിയ കിട്ടി. ഇങ്ങനെ രാവിലെ പറയുന്ന ഇനി ഞാൻ അങ്ങേ വിട്ട് അറിയത്തില്ല, പോകത്തില്ല എന്ന് ഈ വർഷത്തെ തീരുമാനിക്കാം. അത് നമ്മുടെ ജീവിതത്തിലാണ്. അപ്പോൾ അടുപ്പിച്ചു, നിലച്ചു. ഇത് ആഴിയുടെ ഉറവകളും എന്ന് പറഞ്ഞാൽ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകത്തും കയറാൻ പറ്റില്ല, പുറത്തും ഇറങ്ങാൻ പറ്റാത്തതിൽ ആകാശത്തിന്റെ ഉറവയും ആഴിയുടെ ഉറവയും മൊത്തം ഇങ്ങനെ തിളച്ചു നിൽക്കുകയാണ്. കർത്താവ് മനസ്സിലായി, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു കാരണവശാലും അവൻ എത്തേണ്ടടുത്ത് ഈ ആണ്ടിലൊന്നും എത്തത്തില്ല. എല്ലാ ദിവസവും ഇതിനകത്തിരുന്ന് വിയർപ്പ് മുട്ടി ഇരിക്കേണ്ടി വരും. ഈ കുടുംബത്തെ, ഈ ജീവികളെ, ഈ മൃഗങ്ങളെ ഒന്ന് പുറത്തിറക്കണം. സ്തോത്രം ചെയ്യാമോ? സ്തോത്രം ചെയ്യാമോ? സ്തോത്രം ചെയ്യാമോ? എന്നും ഇങ്ങനെ ഇരിക്കാൻ സമ്മതിക്കില്ല, എന്നും വിയർപ്പുകൊണ്ടിരിക്കാൻ സമ്മതിക്കില്ല, എന്നും അസ്വസ്ഥപ്പെട്ടിരിക്കാൻ സമ്മതിക്കില്ല, എന്നും ഭാരപ്പെട്ടിരിക്കാൻ സമ്മതിക്കുന്നില്ല, എന്നും മറുപടിയില്ലാതെ വന്നു കുഴിഞ്ഞിരിക്കാൻ സമ്മതിക്കില്ല. ദൈവം ഒരു സുപ്രഭാതം പുറത്തിറക്കും. അവൻ ഓർത്തിട്ടുണ്ടെങ്കിൽ അടുത്ത് പുറത്തിറക്കേണ്ട പ്രായം ആശ്വസിക്കുകയും പുറത്തിറങ്ങുവാൻ കഴിയാതിരിക്കുന്ന ആകാശമെന്ന് പെയ്തിറങ്ങുന്ന മഴയോ ആഴിന്ന് പൊങ്ങി വരുന്ന മഴയോ അതിന്റെ ഉറവിടത്തെ മൊത്തം ദൈവം ശാസിച്ച് അതിനെ അടച്ചു വെച്ച് നിർത്താവോ. ഇനി ഒരു ഓപ്പോസിറ്റ് വാക്ക് പറയുമ്പോൾ ഓർത്തോട്ടോ, ഇത് തുറന്നുകൊണ്ടാണ് ഇവിടെ എത്താൻ. ആകാശത്തിന് ഉറവയും ആടുറവയും തുറന്നുകൊണ്ടാണ് ഇവിടെ എത്താൻ പറ്റിയത്. അറിയാതെ അപ്പൊ അന്ന് ഇത് നമുക്ക് അനുകൂലമാണ്, പക്ഷെ ഇന്നത് പ്രതികൂലമാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ രണ്ടിന്റെ വിഷയത്തിന് ഉത്തരവാദി ആരാ? ഒരു പ്രതികൂലം വന്നപ്പോഴും ഉത്തരവാദി കർത്താവാണ്, ഒരു അനുകൂലമായ വിഷയം വരാൻ ഉത്തരവാദി ആരാ? കർത്താവാണ്. ഇതാണ് നമ്മുടെ ദൈവത്തോടുള്ള വിശ്വാസത്തിന്റെ ശക്തി. ഞാൻ ഇന്നലെ ഒരു സഹോദരന്റെ ഒരു സ്ഥാപനം പ്രാർത്ഥിച്ച് ഉദ്ഘാടനം ചെയ്യാൻ തക്കവണ്ണം എന്നെ വിളിച്ചു. വളരെ കുഞ്ഞിലെ 10-14 വയസ്സ് മുതലുള്ള പരിചയമാണ്. അവരെന്നൊരു രാജ്യത്തിനകത്ത് താമസിക്കും. അവരൊരു സ്ഥാപനമാണ്. അപ്പോൾ ആ ഒരു സ്ഥാപനം എടുത്തു ഉദ്ഘാടനം ചെയ്ത് നോക്കിയപ്പോൾ പപ്പയോട് ആലോചിച്ചു, അയ്യോ നമ്മുടെ എല്ലാ വിഷയത്തിനകത്ത് ഇടപെട്ട് പ്രാർത്ഥിച്ച് ദൂത് പറഞ്ഞ് ഇതുവരെ എത്തിച്ചത് ക്രിസ്തവർ പാസ്റ്ററാണ്, അതുകൊണ്ട് പാസ്റ്റർ വെച്ച് വേണം പ്രാർത്ഥിക്കാൻ എന്നുള്ള അവരുടെ അപ്പനും അമ്മോനും തീരുമാനിച്ചു. എന്നെ വിളിപ്പിച്ചു, ഞാൻ പോയി പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാൻ ഒരു പ്രീ ക്രിസ്ത്യൻ എടുത്ത് ഞാൻ സംസാരിച്ചു. പഴയ കാര്യം ഞാൻ പറഞ്ഞു. അവനോട് പറയുമ്പോൾ അവൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു. അവൻ്റെ പഴയ കാലത്തിന് അന്വേഷണം പറഞ്ഞിട്ട് പറഞ്ഞ, പാസ്റ്ററെ എനിക്ക് ഇത്ര ഉയർച്ചകൾ വന്നു, പക്ഷേ ഈ ഉയർച്ചകൾ എന്നെ വിട്ട് പോയാലും ഞാൻ ദൈവത്തെ വിട്ട് അറിയത്തില്ല. കാര്യം ഇത്രയും കൊണ്ടുവന്ന ആരാ? ദൈവമാണ്. ഒരു പാസ്റ്റർ പറയുന്നതിനേക്കാളും അവിശ്വാസത്തിന്റെ ഗാംഭീര്യമുള്ള ശബ്ദം അവന്റെ അതിർത്ത് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, അവൻ ദൈവത്തോടുള്ള അവന്റെ ആഴമേറിയ ബന്ധം, ആഴ ബന്ധം. അകത്ത് നിന്ന് വിയർപ്പ് മുട്ടിയ സ്ഥാനത്ത് നിന്നും പുറത്തേക്ക് ഇറക്കിക്കൊണ്ട് ദൈവമാണ്, അകത്തിരുത്തിയ ദൈവമാണ്, പുറത്തിറക്കുന്ന ദൈവമാണ്. ഇത് രണ്ടും നമ്മൾ ചാനൽ ചെയ്തെങ്കിൽ ദൈവത്തിന് നമ്മൾ വിശ്വാസം ഉണ്ടാകുന്ന പോരാ. അല്ലാതെ ഒരു പ്രശ്നം വരുമ്പോൾ ദൈവത്തോട് കുറ്റം പറയുകയും ഒരു നല്ല കാര്യം വരുമ്പോൾ ദൈവത്തെ സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നൊരു മനോഭാവം വേർപെട്ട ദൈവസഭയ്ക്കുള്ള മനോഭാവം അല്ല എന്ന കാര്യമാണ്. വേർപെട്ട ദൈവസഭയുടെ വിഷയത്തിനകത്ത്
പണ്ട് ആഴിയുടെ ഉറവയിൽ ആകാശം തുറന്ന ആരാ? അതാർക്കറിയാം? നോഹയ്ക്കറിയാം. ഇപ്പോൾ അത് അങ്ങനെ ആക്കിയത് കൊണ്ടാണ് ഇവിടെ എത്താൻ പറ്റിയത്. ഇതിന് എത്തിയിട്ടും ഇതിന്റെ ആവശ്യം ഇല്ല എന്ന കാര്യം എനിക്കറിയുന്നതിനേക്കാളുപരി ആർക്കറിയാം? സർവജ്ഞാനിയ ദൈവത്തിനറിയാം. അതുകൊണ്ട് നോഹ പോലും അറിഞ്ഞില്ല. ഉണക്കിയതും അരിപ്പിച്ചതൊന്നും ആരറിഞ്ഞില്ല. രാമൻ പറഞ്ഞു. വിഷയം മനസ്സിലാവുണ്ടോ? വിഷയം മനസ്സിലാവും. രാമൻ പറഞ്ഞേ, അകത്തിരുന്നാൽ മാത്രം പോലെ, അകത്തിരുന്നാൽ മാത്രം പോലെ, ദൈവത്തിന്റെ ആലയത്തിൽ നിർഭയം വസിച്ചാൽ പോലെ. കോമഡി ആലയത്തിന് വാതിൽ കാവലിന് എനിക്ക് ഏറെ ഇഷ്ടമാണ്. ദൈവത്തിന്റെ ആലയത്തിൽ നിന്നുകൊണ്ട് ആലയിച്ച മാത്രം പോലെ. ആകെ പ്രതികൂലം വന്നാലും ഞാൻ അറിഞ്ഞില്ല, അനുകൂലം അന്തരീക്ഷം ഞാൻ അറിഞ്ഞില്ല. പക്ഷേ ദൈവം പറഞ്ഞ വാക്ക് പുറത്തിറങ്ങാൻ പറഞ്ഞപ്പോഴാണ് അറിയുന്നത്. എന്റെ ഡെസ്റ്റിനേഷൻ എത്തിയെന്ന കാര്യം അപ്പോഴാണ് അറിയുന്നത്. സ്വന്തം മൂന്നാമത്തെ കാര്യം നിലച്ചു. നാലാമത്തെ കാര്യം അടഞ്ഞു എന്ന വാക്ക്. ഏതിന്റെ? വെള്ളത്തിന്റെയും അതിന്റെ ഉറവകൾ, അതിന്റെ മേഖലകളെല്ലാം കർത്താവ് അടച്ചു. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു 8 കാര്യം പറഞ്ഞു. കൊലോസ് ലേഖനത്തിനകത്തുനിന്ന് 8 കാര്യം പഠിച്ചു. 1 സ്വർഗത്തിന്റെ കാര്യം, 2 ഭൂമിയുടെ കാര്യം, 3 ദൃശ്യമായ കാര്യം, 4 അദൃശ്യമായ കാര്യം, 5 സിംഹാസനങ്ങൾ. അല്ല, സിംഹാസനമല്ല, അത് ആദ്യം പറഞ്ഞു. സിംഹാസനങ്ങൾ. അടുത്ത കർത്തൃത്വങ്ങൾ, അടുത്ത വാഴ്ചകൾ. 8ാമത്തെ കാര്യം അധികാരങ്ങൾ. 8 കാര്യം പഠിച്ചു. അതിനകത്തൊരു മെയിൻ സബ്ജക്റ്റ് ആണ്. ബാക്കി 7 കാര്യം നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷെ അദൃശ്യമായി നമുക്ക് അറിയത്തില്ല. ദൃശ്യമായ ബാക്കി അറിയാം. ഈ അദൃശ്യമായ വിഷയത്തിന്റെ ഉത്തരവാദി മൊത്തം ആരാ? ഈ വെള്ളത്തിന്റെ ഉറവിടം ആരെന്ന് നമുക്കറിയത്തില്ല, നോഹയ്ക്കറിയത്തില്ല. ഇതിന്റെ ഈ ഉറവയെ, അതിന്റെ ഉറവിടത്തെ അറിയുന്ന യഹോവയ്ക്ക് ആ ഉറവിടത്തെ അടയ്ക്കാൻ ആർക്കറിയാവൂ? അദൃശ്യനായ ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. അതുകൊണ്ട് അവർ വാക്കാണ്, ഞാൻ യഹോവയുടെ ആലയത്തിൽ നിർഭയമായി വസിക്കുന്നു. മിണ്ടാതിരിക്കുമ്പോൾ പ്രശ്നത്തിന്റെ കാരണങ്ങളൊക്കെ ദൈവം അതിന്റെ സമയത്താണ് പറഞ്ഞേ ഒന്നുകൂടെ അടയ്ക്കും. ഒന്നുകൂടെ ആകാശത്തിന്റെ ഉറവിടത്തെയും ആ ഭൂമിയിലെ ഉറവിടത്തെ മൊത്തം നമ്മെ മുക്കി കൊല്ലാനോ വിയർപ്പ് പൊട്ടിച്ച് കൊല്ലാനോ നമ്മെ വലയ്ക്കാനോ നമ്മെ അലയ്ക്കാനോ കാരണമായിരിക്കുന്ന ഉറവിടങ്ങളുണ്ടല്ലോ, അത് മുഴുവനും സർവജ്ഞാനിയായ അഗ്നി ചോലയ്ക്കത്തുള്ള കണ്ണുള്ളവനായ മഹാദൈവം അത് കണ്ടിട്ട് അതിന്റെ വിഷയത്തെ അടയ്ക്കുമെന്ന് വിശ്വസിക്കുന്നവർ ഒരു പ്രാവശ്യം കൂടി ആ കാര്യങ്ങളെ താക്കി ഈ രാവിലെ പറഞ്ഞാട്ടെ. ഞാൻ ഈ മാസം പ്രാർത്ഥനയോടെ ഈ ആയിരിക്കുമ്പോൾ എന്റെ വിഷയത്തിന്റെ ഉയർച്ച വിരുദ്ധമായുള്ള സാധാരണ ഉറവിടങ്ങൾ, രഹസ്യ പ്രാണികൾ, രഹസ്യ സൂത്രങ്ങൾ, രഹസ്യ ആസൂത്രങ്ങൾ എന്തെല്ലാം ഉണ്ടോ അത് മുഴുവൻ കണ്ടുപിടിച്ച് അടച്ച് എന്നെ എത്തിക്കേണ്ടത് എന്റെ കുടുംബത്തെ കുഞ്ഞുങ്ങളെ എത്തിക്കുവാൻ കഴിയുമെന്ന് ഞാൻ ഇന്ന് പകൽ ശക്തം വിശ്വസിക്കുന്നത് പറഞ്ഞ് ആ തലവടി ചാപ്പാട് പറഞ്ഞാൽ എന്റെ പ്രശ്നത്തിന്റെ കാരണത്തെ കണ്ടുപിടിച്ച് ദൈവമായിട്ട് വിശ്വസിക്കാമോ? വാസ്തവത്തിൽ നമ്മൾ പറയുന്ന പോലെ കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ടെന്ന് പറഞ്ഞ പോലെയാണ് നമ്മെ കെട്ടാൻ തക്കവണ്ണം നമ്മുടെ ഇടയിൽ തന്നെ പലരും ഉണ്ട്. പക്ഷെ നമുക്കത് കണ്ടുപിടിക്കാൻ താമസിച്ചു പോകും. പക്ഷെ അത് ആർക്കറിയാം? കർത്താവിനറിയാം. കർത്താവിനറിയാം. അപ്പോൾ ആഴിയുടെ അടച്ചു, ആകാശത്തിന്റെ ഉറവയും അടച്ചു. ഇപ്പോൾ എന്തായി സംഭവം? ഒരു അസ്വസ്ഥതകൾ. പുള്ളി നോക്കുമ്പോൾ ഇവിടുന്ന് വെള്ളം പോകുന്നു, മേളിന്ന് വെള്ളം പോകുന്നു. ഇതിന് രസകരമായ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ രസകരമായ കാര്യം വെച്ചാൽ എന്തിനാ കീല് തേച്ചത്? വെള്ളം ഇടിച്ചിറങ്ങി വാക്കും. ഇടിച്ചിറങ്ങി, വെള്ളം ഇടിച്ചിറങ്ങി. ഈ അടിത്തട്ടുന്ന ഫോഴ്സ്
മേൽത്തട്ടുന്ന ഫോഴ്സ് തമ്മിൽ ഈ കപ്പൽ വന്ന് ആഞ്ഞടിക്കുമ്പോൾ കീഴ് തേക്കാത്ത സകല പെട്ടകവും പൊട്ടിപ്പോകും. അതുകൊണ്ട് കീഴ് കൊണ്ട് ശരിക്കും ബൂസ്റ്റ് വെച്ചിരിക്കുന്നതുകൊണ്ട് അകത്തുനിന്നും മേളിൽ നിന്നും താഴെ നിന്നുള്ളായ അടി വന്ന് അടിക്കുന്ന സമയത്ത് പൊട്ടത്തില്ല. ഞാൻ വിചാരിക്കുന്ന പ്രസംഗിക്കാൻ പോയപ്പോൾ അവിടുത്തെ പാറകളെല്ലാം റിങ് പോലെ ഇങ്ങനെ ഇരിക്കുന്നു. ദൂരെ നിന്ന് കാണാൻ രസമാണ്. ഞാൻ ഒത്തിരി ഫോട്ടോയിൽ മൊബൈൽ കിടപ്പുണ്ട്, ഇങ്ങനെ കിടപ്പുണ്ട്, ഇങ്ങനെ റിങ്. അപ്പൊ അത് കാണാൻ നല്ല രസമാണ്. ഞാൻ ചോദിച്ചു, ഇതെന്ത് പറ്റി? ഇവിടുത്തെ ആൾക്കാർ വിശ്വസിക്കുന്നത് നോഹയുടെ കാലത്ത് വെള്ളം ഇടിച്ചിറങ്ങി എന്ന് പറയുമ്പോൾ ആ വെള്ളത്തിൽ ഇടി ഈ പാറയിൽ ഒന്ന് അടിച്ചപ്പോൾ ആ ഇടിച്ചിറങ്ങിയ തെളിവാണ് ഈ റിങ് പോലെ ഈ കുഴിവായതാണ്. അപ്പൊ എത്ര ഫോഴ്സ് വെള്ളത്തിലുള്ള കാര്യം മോശമാണ്. ആ ഫോഴ്സ് അല്ലേ ഈ കപ്പൽ ഇടിച്ചത്? ആണോ? എന്താ കപ്പൽ പൊട്ടാത്ത കാര്യം? പറഞ്ഞല്ലേ, എന്താ കപ്പൽ പൊട്ടാത്ത കാര്യം? ഹീലല്ലേ കാരണം. ഹീലിന്റെ വ്യാഖ്യാനം എന്താ? വീണ്ടെടുപ്പെന്നാണ്. വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് എന്തുകൊണ്ട് വീണ്ടെടുത്തു? വെള്ളിയും പൊന്നും അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ട് അല്ലല്ലോ വീണ്ടെടുത്തത്. ക്രിസ്തു എന്ന നിർദോഷമായ പുണ്യാരക്തം കൊണ്ട് നമ്മെ വീണ്ടെടുത്തത് കൊണ്ടാണ് നമ്മൾ പിന്മാറ്റക്കാരിയായി പോകാത്തത്, പിന്മാറ്റക്കാരനായി പോകാത്തത്. ഉടനെ പോകാൻ തകർന്നു പോകാത്ത കാര്യം പെട്ടകത്തിന്റെ അകത്ത് രക്തം കൊണ്ട് കളിച്ചു, പെട്ടകത്തിനകത്ത് രക്തം കളിച്ചു, പെട്ടകത്ത് പുറത്ത് കീഴ് വെച്ചു. ഈ രാവിലെ ആത്മാവ് പറയുക, ദൂത് നിറവേറാനാണ് ഇതുവരെ പറയാത്ത കാര്യം. ദൂത് നിറവേറുന്നതുകൊണ്ടാണ് പിന്മാറി പോകാത്തത്. ദൂത് നിറവേറുന്നതുകൊണ്ടാണ് അത് നശിച്ചു പോകാത്തത്. അത് നശിക്കണം എന്ന് നശിക്കാമായിരുന്നു. ആ വെളിപ്പാട് പൂർത്തിയാകാൻ, ആ വെളിപ്പാട് നിവർത്തിക്കുവാൻ ദൈവത്തെ ഹിതമുള്ളതുകൊണ്ടാണ് ഞാൻ നശിച്ചു പോകാത്തത്. ആത്മാവിൽ കരമടിച്ചു പറയാത്ത രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ട ദൈവസായിക്ക് ഒരു ദൂത് നിറവേറുന്നതുകൊണ്ട് ആ ദൂത് നിറവേറുന്നത് വരെയും ദോഷമല്ലാതിരിക്കത്തക്കവണ്ണം യഹോവയുടെ ദൈവം പുത്രൻ യേശു ക്രിസ്തുവിനെ ചോരകൊണ്ട് നമ്മൾ വീണ്ടെടുത്തതിലേക്ക് കാണുന്നതാണ്. ഈ വാഗ്ദത്തം മാത്രം തന്നുവിടുന്ന ദൈവമല്ല, ആ വാഗ്ദത്തത്തിന്റെ അടിസ്ഥാനത്തിൽ സംരക്ഷിക്കേണ്ട അധികാരം കൂടെ തന്നിട്ടാണ് കർത്താവ്. ഈ ഉപവാസ പ്രാർത്ഥനയിൽ പറയുന്ന കർത്താവേ, എനിക്കൊരു കാര്യം പിടികിട്ടി. മരണകരമായ അനേക താഴ്വരയിൽ കൂടി ഞാൻ കടന്നുപോയി. മരിക്കാൻ പലപ്പോഴും കൊതിച്ച അന്തരീക്ഷം ഉണ്ടായിട്ട് ഞാൻ മരിക്കാത്തതിന്റെ കാരണം ഒരു ദൂത് അകത്ത് ഇൻബൽറ്റ് കിടപ്പുണ്ട്. ഒരു ദൂത് അകത്ത് ദൈവം സ്റ്റോക്കി വെച്ചിട്ടുണ്ട്. ആ ദൂതുള്ള എനിക്ക് മരിക്കാൻ പറ്റില്ല, ദൂതുള്ള എനിക്ക് ചാകാൻ പറ്റില്ല, ദൂതുള്ള എനിക്ക് ഒരിക്കൽ പോലും തകരാൻ പറ്റില്ല. ആ ദൂത് നിറവേറുന്നത് വരെ സംരക്ഷിക്കേണ്ട കടപ്പാട് യേശു ക്രിസ്തു രക്തത്തിലുള്ളത് കൊണ്ട് ആ രക്തം കൊണ്ട് എന്നെ മാറുവരിയാക്കി നിർത്ത് സൂക്ഷിച്ചുകൊണ്ടതാണ് ഇതുവരെ എത്തുവാൻ കഴിയുക. ആ ദൂത് നിറവേറുന്നവരെ എനിക്ക് ദോഷം പോലും വരികയില്ല. കരയുയർത്തി നന്ദിയോടെ ആ ദൈവത്തിന് സ്തോത്രം പറയാവുന്ന രാവിലെ സമയം. ഇനി വെള്ളം ഇടപെടാതെ പറഞ്ഞേ ഭൂമിയിൽ നിന്ന്, മൂന്നാമത്തെ വാക്യം 8:3, വെള്ളം ഇടവിടാതെ ഭൂമിയിൽ നിന്നും ഇറങ്ങിക്കൊണ്ടിരുന്നു. എനിക്ക് അവിടെ കുറെ ദൂത് കിടപ്പുണ്ട് പറയാം. ഇടവിടാതെ എന്ന വാക്ക് ദൈവം കൽപ്പിച്ച പിന്നെ പ്രതികൂലം എങ്ങനെയായിരിക്കും? പെട്ടെന്ന് 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 മാറും. ഇങ്ങനെ അള്ളിപ്പിടിച്ചിരിക്കുന്ന അന്തരീക്ഷം, വിട്ട് തരില്ല എന്ന് വാദിച്ചു നിൽക്കുന്ന അന്തരീക്ഷം. നമുക്കറിയാം 6000 ഭൂതം പിടിച്ച ആ മനുഷ്യൻ ഒന്നിനു ഒന്നായിട്ട് പറഞ്ഞേ അള്ളിപ്പിടിച്ചെത്തിയ അവനെ കൊണ്ടേ പോകത്തുള്ളൂ എന്ന് അള്ളിപ്പിടിച്ച 6000 ഭൂതത്തെ സ്വർഗത്തിലെ കർത്താവിനെ കൽപ്പിച്ച് വിധമോ എന്നൊരു വാക്ക് പറഞ്ഞപ്പോൾ ഇടവിടാതെ 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 അതിങ്ങനെ കൊഴിഞ്ഞ് 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 അടമന്റെ ഘടകങ്ങൾ കൊഴിഞ്ഞ് 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 ആ വ്യക്തിയെ മടങ്ങി ലഭിക്കുന്നവരെയും ആ വ്യക്തിക്ക് പരിപൂർണ്ണ സ്വാതന്ത്ര്യം ലഭിക്കുന്നവരെയും ഇടവിടാതെ 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 ആ പ്രശ്നം മാറിക്കൊണ്ട് ഇടവിടാതെ പറയാമോ എന്റെ പിശാചിനെ പിശാചിനെ അടച്ചു വെച്ച അത് പിശാചിനെ
കൽപ്പനയ്ക്ക് മുമ്പാകെ തടസ്സം നിൽക്കാൻ പറ്റില്ല. അതിങ്ങനെ ഫാസ്റ്റായിട്ട് പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരാൾ ചോദിക്കും, ഇത്രയും പെട്ടെന്ന് പോകാൻ കാരണം എന്താ? നീ അവനെ കൊണ്ടുപോകുന്നില്ല പറഞ്ഞു, അവളെ കൊണ്ടുപോകുന്നില്ല പറഞ്ഞു, കുടുംബത്തെയും കൊണ്ടുപോകുന്നില്ല പറഞ്ഞ വാക്ക്. അപ്പോൾ പിശാച് പറയാമോ? ഇല്ല, അവനെ വിടുവിപ്പാൻ ഒരുവൻ കൽപ്പിച്ചു. ആ കൽപ്പനയ്ക്ക് മുമ്പാകെ എനിക്ക് മാറിപ്പോയേ പറ്റൂ. ഇന്ന് രാവിലെ പറഞ്ഞാട്ടെ, ഈ 7-ാമത്തെ മാസം 28-ാം തീയതി അവൻ പറഞ്ഞ വെളിപ്പെടുത്തിക്ക് ആ പ്രശ്നത്തെ ഇടപെടാതെ ദൈവാത്മ മാറ്റിക്കൊണ്ടിരിക്കുന്നു. നമ്മെ ഉയർത്തിക്കൊണ്ടിരുന്നു. അവയെ മാറ്റി പറഞ്ഞ ഇടപെടാതെ മാറ്റി 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 അവയെ തിരിച്ചോടെ ഇടപെടാതെ ശക്തനാഥന ഇടപെടാതെ കമലി കരവടി ചാമ്പൽ പറയുക. ആ പ്രശ്നം ഇടപെടാതെ 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 അത് ഫാസ്റ്റ് ബ്രേക്ക് ആകട്ടെ. അത് പെട്ടെന്നാകട്ടെ. ഇത് പെട്ടെന്നാകണം. അത് പെട്ടെന്ന് മാമ വിടുതല്. ആ തടസ്സം പെട്ടെന്ന് മാറട്ടെ. ആ തടസ്സം പെട്ടെന്ന് മാറട്ടെ. ആ പ്രശ്നം പെട്ടെന്ന് മാറട്ടെ. ആ വെല്ലുവിളി പെട്ടെന്ന് മാറട്ടെ. ആ വേദന പെട്ടെന്ന് മാറട്ടെ. ഈ ഭൂതത്തെ ഒഴിപ്പിക്കുന്ന സമയത്ത് ഞാൻ പലപ്പോഴും ഈ പൈശാചിക ശക്തികളെ വരുമ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, എന്താ ഈ വ്യക്തി നീ കൊണ്ടുപോകാത്തെന്താ? നീ കൊണ്ടുപോകാനല്ലേ വന്നത്, നീ കൊണ്ടുപോകാത്തെന്താ? ഇല്ല, അവന്റെ അടുക്കലെത്താൻ പറ്റുന്നില്ല. എനിക്ക് അവനെ തൊടാൻ പറ്റില്ല. നീ എന്താ തൊടാൻ പറ്റില്ല? അവന്റെ ശരീരത്തിൽ തീയുണ്ട്. അവൻ പോലും അറിഞ്ഞില്ല ഇവന്റെ തീയുള്ള കാര്യം. ദൈവമക്കളെ, നമ്മെ കർത്താവ് സംരക്ഷിച്ചിട്ട് അവൻ പിശാചിനെ നമ്മെ അടർത്തിക്കളയാതിരിക്കത്തക്കവണ്ണം ദൈവത്തിൽ സൂക്ഷിപ്പ് കൊണ്ട് വന്നത് വാക്ക്. ഈ വാഗ്ദത്തം കർത്താവിന് ഒന്ന് നിവർത്തിക്കാൻ ഉള്ളതുകൊണ്ട് മാത്രം. ഇനി ഞാനൊരു വാക്കുകൂടി ആ വാക്ക് പറയാം, ചേർത്ത് പറയുന്ന സ്ഥിതി. ചില വ്യക്തികൾ വാഗ്ദത്തം നിവർത്തിക്കുന്ന മുമ്പ് തന്നെ മരിച്ചു പോയിട്ടുണ്ട്. ആ മരിക്കുന്ന സമയത്ത് ചില വ്യക്തികൾ വന്ന് എന്നോട് ചോദിക്കാറുണ്ട്, എന്നോട് മാത്രമല്ല അതുപോലെ ദൈവദാസന്മാർ, പക്ഷെ ആ കുഞ്ഞിന് ആ കുടുംബത്തിൽ ഇന്ന വാർത്തകൾ കിടപ്പുണ്ട്, പിന്നെ എന്ത് വാസം പെട്ടെന്ന് മരിച്ചു പോയാൽ. ഞാൻ ചിലപ്പോൾ ആ വിഷയത്തിനകത്ത് മറുപടി തക്കാൻ കഴിയാതെ പെട്ടെന്ന് എനിക്ക് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്ക് കൊടുക്കാൻ പിന്നെ ദൈവം മറുപടി കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ വിഷയം അല്പം കൂടി മനസ്സിലാക്കി തരാതെ വാക്കുകളുണ്ട്. വാഗ്ദത്തം നിവർത്തിക്കുന്ന ഒരാൾക്ക് നഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അവന്റെ കയ്യിലെ പിഴവാണ്. കാര്യം പെട്ടകത്തിനകത്തുള്ളവർക്ക് മനസ്സിലാകുന്നു. പെട്ടകത്തിനകത്തുള്ളവർക്കാണ് വാഗ്ദത്തം ഓർത്ത് ഉയർത്തുന്നത്. വാഗ്ദത്തം ഉണ്ടെന്ന് പറഞ്ഞ പെട്ടകം വിട്ട് വാഗ്ദത്തം ഉള്ളതെന്ന് പറഞ്ഞ് കൂട്ടായ്മയില്ലാതെ, വാഗ്ദത്തം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ദൈവശബ്ദം കേൾക്കാതെ, വാഗ്ദത്തം ഉള്ളതുകൊണ്ട് ഉപേക്ഷിക്കാതെ പ്രാർത്ഥിക്കാതെ ഇങ്ങനെ അവൻ നടന്ന് യാത്ര ചെയ്തത് ആത്മീക വിഷയത്തിനകത്ത് പ്രാധാന്യം കൊടുക്കാതെ വണ്ണം ബാക്കി മുഴുവൻ കാര്യത്തിൽ പ്രാധാന്യം കൊടുത്തു പോകുന്നവർക്ക് വാഗ്ദത്തം നിവർത്തിക്കുന്ന മുമ്പാകെ വെട്ടിക്കൊണ്ടു പോകാൻ സാധ്യത കൂടുതലാണ്. ഏകദേശം മനസ്സിലാക്കാൻ 2 ആഴ്ച എനിക്ക് പറയാം. പെട്ടകത്തിലുണ്ടോ? ഇടപെടാതെ നീ അവന്റെ കൽപ്പനയാണ് പ്രശ്നത്തെ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. ദൈവത്തിന് പ്രയോജനമുള്ളവർക്ക് വേണ്ടിയല്ല ദൈവം കൽപ്പിക്കത്തുള്ളൂ. ദൈവനാമം ഉയരുവാൻ തക്കവണ്ണം ദൈവം കുതിക്കുമ്പോൾ ആ ദൈവനാമം ഉയർത്തുവാൻ തക്കവണ്ണം ആര് ബന്ധപ്പെടുന്നോ അവരെയല്ല ദൈവാത്മാ മാനിക്കുന്നത്. ഈ നമ്മൾ പറഞ്ഞ അലക്സാണ്ടർ റൂഫസിനെ ദൈവം ഓർത്തില്ലേ? ആരായി അലക്സാണ്ടർ റൂഫസ്? അതെ, ശീമോൻ എന്ന കൂശ്യനായ ആഫ്രിക്കക്കാരനായ കർത്തവക്കാരനായ കൂശ്യന്റെ മക്കളാണ് ആരാ? അലക്സാണ്ടർ റൂഫസ്. അവരാരായി മാറി? അവർ രാജ്യത്തെ ഗവർണർമാരായി മാറ്റി കർത്താവ്. ഈ ഗവർണർമാരാൻ കാരണം ഒരു 10 അടി എന്ന് നമുക്ക് ചിന്തിക്കാം. 10 അടി വരെ പോയി അറിയത്തില്ല. 10 അടി വരെ യേശു ക്രിസ്തുവിന്റെ പച്ച പൈമല കുരിശൊന്ന് ചുമന്നതിന്റെ ഒറ്റ കാരണത്താലെ വിശുദ്ധ ബൈബിളിനകത്ത് അവൻ കൂശനായ ശിമയോന്റെ ആ കുരിശ് ചുമന്നവന്റെ പേര് ദൈവാത്മാവെന്ന് കുറിച്ചു വെച്ചിട്ട് ആ തലമുറ ഉയർത്തിയില്ലേ. പെട്ടകത്തിനകത്തുള്ളവരെ അവൻ തലം ഓർക്കാതിരിക്കുമോ അവരെ വെട്ടിക്കളാൻ ദൈവം സമ്മതിക്കത്തില്ല. സമയം
നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവം പെട്ടെന്ന് നിർത്താതെ, നമ്മുടെ കുടുംബത്തെ കർത്താവ് പെട്ടെന്ന് നിർത്താതെ, നമ്മുടെ കൂട്ടായ്മയ്ക്ക് ഒരിക്കലും അഭംഗി വരാതിരിക്കട്ടെ. പെട്ടെന്നത്തിനകത്ത് ഇതുവരെ കർത്താവ് ഉയർത്തു. അത് ഇടവിടാതെ ഇടവിടാതെ വെള്ളം ഫാസ്റ്റ് ആയിട്ട് പോകുന്നു. അപ്പൊ നമുക്ക് ഭാവനയെ ചോദിക്കാം, വെള്ളമേ, നീ അങ്ങനെ അല്ലല്ലോ നീ പോകണത്, നീ കുറേശ്ശെ അല്ലേ പോകണത്, പിന്നെ ഇത്രയും ഫാസ്റ്റ് ആയിട്ട് പോകാൻ കാരണം വെള്ളം പറയും. സർവശക്തനായവൻ പറഞ്ഞാൽ പിന്നെ അപ്പോൾ വെള്ളം ചോദിക്കുകയാണ്, അത്ര വേഗത്തിൽ പോകാൻ പറയാൻ കാരണം എന്നും വെള്ളത്തോട് ചോദിച്ചു കഴിഞ്ഞാൽ അവ എനിക്കറിയത്തില്ല. പക്ഷെ പുറത്തിറങ്ങിയപ്പോഴാണ് വെള്ളം മനസ്സിലായത്, ഈ 8 പേർക്ക് വേണ്ടിയാണല്ലോ ഞങ്ങൾ വേഗത്തിൽ പോകാൻ. ഇവർ 8 പേരെ കൊണ്ട് അറിയാതെ ഉറപ്പിക്കാനാണ് വെള്ളത്തിൽ കൽപ്പിച്ച് പെട്ടെന്ന് പോകാൻ പറഞ്ഞു. വെള്ളം ഇടവിടാതെ വന്ന് ഇടവിട്ട പോകെ. ആ പോക്ക് കണ്ടപ്പോൾ മനസ്സിലായി, ഒരുവൻ വരാൻ സമയമായി, ഒരുവൻ വിടിവിക്കപ്പെടുവാൻ സമയമായി. ഇത് രാവിലെ തുരുക്കത്തോട് വിടുതൽ വരികയാണ്. ചില കുടുംബത്തിന് വേണ്ടി തുരുക്കത്തോടെ മറുപടി വരികയാണ്. അവർ തുരുക്കത്തോടെ അത്ഭുതം വരികയാണ്. പ്രവചിച്ചു പറയുകയാണ്, അവർ തുരുക്കത്തോടെ ഉയർച്ച വരികയാണ്. അവർ തുരുക്കത്തോടെ സന്തോഷം വാർത്ത വരികയാണ്. അവർ ചില കുടുംബത്തെ ഫലത്തിന് വേണ്ടി, അവർ ചില വരുമാന വിശ്വസനത്തിന് വേണ്ടി, ചില മറുപടിക്ക് കാത്തിരിക്കുന്നവര് അവരെ തുരുക്കോ ഒരുമിച്ച് ആ കാര്യങ്ങൾ ആ വെളിപ്പാട് പറയാം. ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആ തടസ്സങ്ങൾ പെട്ടെന്ന് മാറി പോവുകയാണ്. ആ തടസ്സം പെട്ടെന്ന് പോകാൻ പറയുകയാണ്. പെട്ടെന്ന് മാറിക്കോ. ആ പൈസ യാതൊരു പെട്ടെന്ന് മാറിക്കോ. എന്റെ വലിയ പെട്ടെന്ന് മാറിക്കോ. അവകാശം പ്രാപിച്ചുറക്കേണ്ടത് നല്ല സമയമായി. അത് നീ തടസ്സമിക്കാൻ പാടില്ല. നീ പെട്ടെന്ന് മാറിക്കോ. ലാബാൻ ചോദിച്ചു, ചോദിച്ചു, നിങ്ങൾ എത്രയും പെട്ടെന്ന് വരേണ്ട കാരണം എന്ത്? നിങ്ങൾ വെള്ളം കോരാൻ പോകുമ്പോൾ ഫെലിസ്ത്യന്മാർ ഇടയന്മാർ വന്ന് നിങ്ങൾ എന്ത് ചെയ്യും? ശല്യം ചെയ്യുന്നതാണ് ഇന്നലെ വരെയുള്ള നിങ്ങളുടെ ഹിസ്റ്ററി. പക്ഷേ അതുകൊണ്ട് തടസ്സം ചെയ്തുകൊണ്ട് അവരെല്ലാം വെള്ളം കോരി പോയി വീട്ടിൽ ആയ ശേഷം മാത്രം നിങ്ങൾക്ക് വെള്ളം കോരാൻ കിട്ടത്തുള്ളൂ. കാര്യം അവർ അത്ര ശല്യം ചെയ്യുകയാണ്. പക്ഷെ അന്ന് പറഞ്ഞു, നിങ്ങൾ പോയതിനെക്കാട്ടി വേഗത്തിൽ വെള്ളം കൊണ്ട് കിട്ടുമോ? കാരണം ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എബ്രാഹിം വന്ന് ഞങ്ങൾ എന്ത് ചെയ്തു? പറഞ്ഞു, എബ്രാഹിം വന്ന് പറഞ്ഞു ലാബാന്റെ കാര്യം ഒരു എബ്രാഹിം വന്ന് ഞങ്ങളെ സഹായിച്ചു. യാക്കോബിന്റെ അതെ ലാബാന്റെ മക്കളുടെ കാര്യം സ്വന്തം ഒരു എബ്രാഹിം സഹായിച്ചു. നിങ്ങൾ അവരെ വിളിച്ചു എന്ന് പറഞ്ഞു. വിളിച്ച സമയത്ത് വാക്കാണ് കുടുംബക്കാരാണ്. ഇനി രാവിലെ ഇതിന് വെളിപ്പാട് പറഞ്ഞ ഉദാഹരണം പറയാൻ വാക്ക്. ഇത്ര വേഗം വരേണ്ടതല്ല ദൈവത്തിന്റെ പ്ലാൻ ആണോ? അതോ രാവിലെ വെള്ളം കോരാൻ പോയ വ്യക്തി വൈകുന്നേരമാണോ വരേണ്ടത്? അല്ല, 2 കൂടെ വെള്ളം എടുത്തോണ്ട് വരാൻ തക്കവണ്ണം ഒരു കുറച്ച് സമയം മാത്രം മതി. പക്ഷെ ദീർഘനാളുകൾ ആ വെള്ളം കുടിക്കണമെങ്കിൽ മണിക്കൂറുകൾ കിട്ടിയെങ്കിലേ വെള്ളം കിട്ടത്തുള്ളൂ. കാരണം തടയാൻ ഉറവയ്ക്കകത്ത് ആൾക്കാരുണ്ടായിരുന്നു, സ്വന്തം. പക്ഷെ ഒരു യാക്കോബിനെ അവിടെ കൊണ്ടുവന്നതിന് ഒറ്റ കാരണത്താൽ ആ സഹോദരിമാർക്ക് പെട്ടെന്ന് വെള്ളം കോരി വീട്ടെത്താൻ പറഞ്ഞതുപോലെ ഇന്ന് രാവിലെ ഇടവിടാതെ പ്രശ്നത്തെ മാറ്റാൻ ചില അയച്ച് ആ തടസ്സത്തെ മാറ്റുവാൻ ദൈവത്തിന് പ്ലാനുണ്ട്. കാര്യങ്ങളെ അടിച്ച് ആത്മാവിൽ പറയാ, ആത്മാവിൽ തലവെളിച്ച് പറഞ്ഞ് എന്റെ ഉയർച്ചകൾക്ക് താമസം വരുത്തുന്നു, എന്റെ നന്മയ്ക്ക് താമസം വരുത്തുന്നു, എന്റെ സന്തോഷത്തിന് താമസം വരുത്തുന്നു, എന്റെ നേട്ടങ്ങൾക്ക് താമസം വരുത്തുന്നു, എന്റെ കുഞ്ഞുങ്ങൾ ഭാവിക്ക് താമസം വരുത്തുന്നു, എന്റെ നന്മയുടെ വരുമാനത്തിന് താമസം വരുത്തുന്നു, അവൻ ശുശ്രൂഷകളുടെ മേൽ അവൻ താമസം വരുത്തുന്നു, ആത്മാക്കളുടെ വലുവിനെ താമസിപ്പിക്കുന്നു. താമസിപ്പിക്കുന്നതായ അവന്റെ ശക്തികളെ ഇന്ന് രാവിലെ
ഇടപെടാതെ പ്രശ്നം മാറും. അപ്പനും അമ്മയും ഭാര്യയും അവയെ കുഞ്ഞുങ്ങളും ഊഹിക്കലും ഇനി വിയർപ്പ് മുട്ടി അതിനകത്തിരിക്കുക കർത്താവിന് താല്പര്യമില്ല. പ്രിയമുള്ളവരെ, നമ്മെ മാനിക്കണമെന്ന് നമുക്കുള്ള ധൃതിയേക്കാൾ ഏറ്റവും ധൃതി നമ്മൾ സ്വർഗത്തിലെ കർത്താവിനാണെന്ന് ഇന്ന് രാവിലെ ദൈവമക്കൾ നന്നായി പഠിക്കണം കേട്ടോ. നമ്മെ മാനിക്കണമെന്നത് നമ്മേക്കാൾ ഏറ്റവും ആർത്തി നമ്മുടെ മഹാദൈവത്തിനാണ്. അതുകൊണ്ട് നാം ഇന്ന് വിയർപ്പ് മുട്ടിരിക്കുന്ന സാമ്പത്തിക വിഷയമോ കുഞ്ഞുങ്ങളുടെ വിഷയമായിട്ടോ ആത്മീയ വിഷയമായിട്ടോ സഭയ്ക്കകത്തുള്ള മേഖലയ്ക്ക് എന്തായിക്കോട്ടെ, പക്ഷെ ഇന്ന് ദൈവനിക്കുന്ന വെളിപ്പാട് നിമിത്തം ഞാൻ വിശ്വാസത്തോടെ അതുപോലെ ഏറ്റെടുത്ത് പറയുന്നു, ആമേ, ഇടപെടാതെ വെള്ളം ഒരു പെട്ടെന്നൊരു വിടുതൽ ദൈവസഭയ്ക്ക് ദൈവജനത്തെ നോക്കി നിൽക്കുന്നുണ്ട്. അവന്റെ കൽപ്പനയ്ക്ക് മുമ്പാകെ ആമേ ആ പ്രസംഗിക്കാൻ കഴിയത്തില്ല എന്ന് ഇന്ന് രാവിലെ ദൈവമക്കൾ ശക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ശ്രോത്രം, ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി വിഷയങ്ങൾ എൻ്റെ അകത്ത് വരുന്നുണ്ട്. ഒരു വിഷയം എൻ്റെ അകത്ത് പറയുന്ന ഒന്ന് വായിക്കാം. മർക്കോസ് സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൻ്റെ മർക്കോസ് സുവിശേഷം അതിൻ്റെ 1-ാമത്തെ അധ്യായത്തിൻ്റെ സ്തോത്രം 21-ാമത്തെ വാക്യം മുതൽ ഒന്ന് വായിച്ചതാണോ? 21-ാമത്തെ വാക്യത്തിൽ മുതൽ വായിച്ചു. അവർ കവർന്നവനിലേക്ക് പോയി. അടുത്ത വാക്യം. അടുത്ത വാക്യം കൂടെ. അടുത്ത വാക്യം. യേശു അതിനെ ശാസിച്ചു, മിണ്ടരുത്, അവനെ വിട്ടുപോയി എന്ന് പറഞ്ഞു. അപ്പോൾ അശുദ്ധാത്മാവ് അവനെ ഇഴച്ച് ഉറക്കെ നിലവിളിച്ചു, അവനെ വിട്ട് പോയി. അപ്പോ പറയും, എല്ലാവരും ആശ്ചര്യപ്പെട്ട് ഇതത്ത് ഒരു പുതിയ ഉപദേശം, അവൻ അധികാരത്തോടുകൂടെ അശുദ്ധം കൽപ്പിക്കുന്നു, അവനെ അനുസരിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞ് തമ്മിൽ വാദിച്ചു. നോക്കണം, മനസ്സിലാക്കണം, എന്തൊരു കൽപ്പന! അവൻ ശാസ്ത്രിമാരെ പോലെയോ പരീക്ഷന്മാരെ പോലെ അല്ല, അവൻ അധികാരമുള്ളവനായിട്ട് തന്നെ കൽപ്പിച്ചു. ആ ഒറ്റ കൽപ്പനയിൽ പിശാച് പോയ പോക്ക് എങ്ങനെ പോയി? പെട്ടെന്ന് ഇരച്ചിട്ട് പോയി. മനസ്സിലാവുന്നുണ്ടോ? എത്ര വർഷമായിട്ട് ആ യൗവനക്കാരനിട്ട് വരയ്ക്കുന്നു. ഇരിപ്പവിടെയാ, പള്ളിക്കകത്ത. പക്ഷെ പള്ളിക്കകത്ത് ഇരുന്നിട്ടും എന്തുണ്ട്? അശുദ്ധാത്മാവുണ്ട്. ഈ രാവിലെ എത്രയോ പള്ളിക്കകത്ത് എന്ത് കിടപ്പുണ്ട്? ഇപ്പൊ എല്ലാ അശുദ്ധാത്മ കിടക്കുന്ന മൊത്തം. പണ്ട് പള്ളിയിൽ കേൾക്കുമ്പോൾ പിശാച് ഓടുന്ന സ്ഥാനത്ത് ഇപ്പൊ പള്ളിയിൽ നിന്ന് പിശാച് വരാൻ ഭയങ്കര ഇഷ്ടമാണ്. കാര്യം പുറത്തുള്ള കാര്യമല്ല, എവിടെ ഉണ്ട്? അകത്തുണ്ട്. പിശാചിന് പേടിയുള്ള വിഷയമെല്ലാം പിശാചിന് പതിയ അത് വിശ്വാസിക്കുണ്ട്. അതുകൊണ്ട് പിശാചിന് ഇപ്പൊ വിശ്വാസത്തില്ല, പേടിയില്ല. സ്തോത്രം. കർത്താവിന് പള്ളിയാണ് വലുത്. പള്ളിക്കകത്ത് ആരിക്കാൻ പാടില്ല, അശുദ്ധം ഇരിക്കാൻ പാടില്ല. അശുദ്ധാൻ മൊത്തം പള്ളി വിട്ട് പോയേ പറ്റൂ. അശുദ്ധാൻ ഇരിക്കുന്ന സ്ഥലമല്ല പള്ളി. അത് യേശുവിന് അറിയാം. യേശു അതിന്റെ പള്ളിക്കകത്ത് കയറി അവനെ ഒറ്റ ശാസന എടുക്കുമ്പോൾ പറഞ്ഞു, പള്ളി കോമൺ വന്നു പോകൽ. ഇനി ഒന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പള്ളിയിൽ നിന്ന് ഇറങ്ങിയ പിശാച് എങ്ങോട്ട് പോയെന്ന് അറിയാമോ? വായിച്ച അതിന്റെ അടുത്ത പാരഗ്രാഫ് ഒന്ന് വായിച്ചില്ല. ഇറങ്ങി അത് വായിക്കാം. അതോ ഈ എങ്ങോട്ട് ഇറങ്ങിപ്പോയി പറഞ്ഞു? എങ്ങോട്ട് ഇറങ്ങിപ്പോയി? പത്രോസിന്റെ അമ്മായിയമ്മയുടെ വീട്ടിലൂടെ പോയെന്നാണ്. ഈ അമ്മായിയമ്മ ആരാ? ഈ പള്ളിക്കകത്തുള്ള ഏറ്റവും മുഖ്യ കണ്ണിയാണ്. ഇനി ഓർത്തോണം, ഈ ചില പണികളൊക്കെ
ഏതോ മാരക പ്രശ്നത്തിന്റെ എക്സ്റ്റേണൽ തെളിവാണ് ഏതാ? പനി. ഈ പനിയിൽ തന്നെ ശ്വാസിച്ചില്ലെങ്കിൽ പിന്നെ അതെന്തായി മാറും? വേറെ അസുഖങ്ങളിലേക്ക് ബാധിക്കും. അപ്പൊ പള്ളിയിൽ നിന്ന് ഇറങ്ങി യേശു എവിടെ പോയി? പനി മാറ്റാൻ പോയി. അപ്പൊ ഈ പിശാച് എങ്ങോട്ടാ പോയത്? പറഞ്ഞു പറയാണ്ടി. അപ്പൊ പള്ളിക്കകത്തുള്ള പ്രഥമ സ്ഥാനം അലങ്കരിക്കുന്ന അമ്മാമയാണ്. ഈ അമ്മാമ്മമാരാണ് പള്ളിയെ മൊത്തം നശിപ്പിക്കുന്നത്. എവിടെ അമ്മാമ്മമാരുണ്ടോ പറഞ്ഞേ ആ പള്ളിക്കകത്ത് ആര് കാണും? ഈ അമ്മാമ എന്ന് പറഞ്ഞ കാര്യം ഓർത്തോണം. പിശാച് ഇഷ്ടപ്പെട്ട സ്വഭാവമുള്ള അമ്മാമ്മമാര് അസൂയ, കുശുമ്പ്, ഷണ്ട, വിദ്വേഷം, പക, ദ്വന്ദ്വപക്ഷം, ആഭിചാരം എന്നിത്യാദി ജഡാഭിലാഷം ജീവിക്കുന്ന ആരെങ്കിലോ സഭയ്ക്കകത്തുണ്ടോ അവരെ മേൽ ആരുണ്ട്? അശുദ്ധാത്മാവുണ്ട്. അതുകൊണ്ട് യേശു ബുദ്ധിമുട്ട് ചെയ്തു. പള്ളിയിൽ നിന്ന് പുറത്താക്കി, വിശ്വാസിയെ വീട്ടിൽ നിന്ന് പുറത്താക്കി. യേശു പള്ളിയിൽ നിന്ന് പുറത്താക്കിയിട്ട് അടുത്ത് വേറെ പോയി കഴിഞ്ഞെങ്കിൽ അമ്മാമ്മയുടെ വീട്ടിൽ വരെ കയറാൻ സാധ്യതയുണ്ട്, പള്ളിക്ക് വരാൻ സാധ്യതയുണ്ട്. അത് വളരെ പഞ്ച്വലായിട്ട് നിർത്താച്ചേക്ക് വെച്ചു. സബ്ജക്റ്റ് അത് വേറെ സബ്ജക്റ്റാണ്, പക്ഷെ ഇപ്പൊ തോന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞ അർത്ഥം അത് ഫാസ്റ്റായിട്ട് കൽപ്പനയുടെ പിശാച് പുറത്തുപോയി. ആ മനുഷ്യൻ വിടിവിക്കപ്പെട്ടു, സഭയിൽ വിടിവിക്കപ്പെട്ടു. ഈ രാവിലെ ഓർത്ത് വന്ന് വെള്ളം ഇടവിടാതെ എന്ത് ചെയ്തു? ഇറങ്ങിക്കൊണ്ടിരുന്നു. ഇന്ന് ഈ ശുശ്രൂഷ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ആത്മാവിന്റെ കണ്ണുണ്ടല്ലോ, ആത്മീയ കണ്ണ് ഇപ്പൊ തുറക്കണം. നിങ്ങൾ കാണാൻ പറ്റും ഈ ദൂത്. എന്താ പറ്റും? ഇന്ന് കാണാൻ പറ്റും. എന്താ പറഞ്ഞേ? നിങ്ങൾ ഇപ്പോ കാണാൻ പറ്റും. ഞാൻ ഈ പറഞ്ഞ വാക്ക് സൈക്കോ ട്രീറ്റ്മെന്റ് അല്ല. ഞാൻ നിങ്ങളെ വേറൊരു തരത്തിൽ വാക്ക്, ഈ വെളിപ്പാട് വെച്ച വാക്കാം. നിങ്ങൾക്ക് ആത്മാവിൽ കാണാൻ പറ്റും. ആ തടസ്സം നിങ്ങളിൽ നിന്നും പെട്ടെന്ന് മാറിപ്പോകും. ഇപ്പോൾ കാണാൻ പറ്റും. ഈ വചനത്തിന്റെ കണ്ണാടി കൂടെ കാണാൻ പറ്റും. അത് ആത്മാവിനെ കണ്ണിൽ കാണാൻ പറ്റും. അത് നിങ്ങളുടെ അകത്തു നിന്നും, കുടുംബത്തിനകത്തും, സഭയിൽ നിന്നും, നിങ്ങളുടെ തലമുറ വിഷയത്തിനും ആ വിഷയത്തെ ഇടപെടാതെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ആത്മാവിൽ കാണുമ്പോ അത് കണ്ടിട്ട് ഞാൻ കാണുന്നു എന്റെ തടസ്സത്തെ ഒരു വിടുതലല്ലേ, ഒരു അത്ഭുതമില്ലേ, ഒരു ഉയർച്ചയില്ലേ, ഒരു നന്മയില്ലേ? നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് മറുപടിയില്ലേ? ശകരിയാവിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായത് ദൂതൻ ശരിയായ മുഖത്തേക്ക് നോക്കി പറഞ്ഞ് ആ തടസ്സം മാറിയതിന്റെ തെളിവാണ് പരസ്യ പ്രഖ്യാപനം എന്ന് പറഞ്ഞത്. ഇന്ന് രാവിലെ പറഞ്ഞ് ഈ ആത്മാവിനെ കണ്ണിൽ കൂടെ, വചനത്തിലെ കണ്ണാടിയിൽ കൂടെ കണ്ടിട്ട് പറഞ്ഞാട്ട് ഞാൻ കാണുന്ന ദൈവദാസനെ, ഞാൻ കാണുന്ന ദൈവമേ, അത് എന്റെ തടസ്സങ്ങളെ, എനിക്ക് ഉണ്ടുന്ന തടസ്സത്തെ ഇതാ മാറുന്നത് ഞാൻ ആത്മാവിൽ കാണുന്നു എന്ന് ഇന്ന് രാവിലെ ഒരു നിമിഷം കണ്ണടച്ച് കരമടിച്ച് ആത്മാവിൽ കണ്ടു പറഞ്ഞാട്ട് ഇടവിടാതെ മാറിക്കൊണ്ടിരിക്കുന്നു. ആ പ്രശ്നം ഇടവിടാതെ മാറുന്നു. ആ തടസ്സം ഇടവിടാതെ മാറുന്നു. ആ തടസ്സം കരമടിച്ച് ആത്മാവിൽ പറയുക, ആ കരമടിച്ച് ആത്മാവിൽ പറയുക, ഇടവിടാതെ ഇടവിടാതെ. പോരാ പോരാ, കരമടിച്ച് കരമടിച്ച് അന്യഭാഷ തന്നെ വേണം. അത് ആത്മാവിൽ കണ്ടുകൊണ്ട് കണ്ടുകൊണ്ട് വേണം. എന്റെ കുടുംബത്തിന് മറുപടി വന്നുകൊണ്ടിരിക്കുന്നു. എന്റെ വിഷയത്തിന് മറുപടി വന്നുകൊണ്ടിരിക്കുന്നു. എന്റെ തലമുറയുടെ മറുപടി വന്നുകൊണ്ടിരിക്കുന്നു. എന്റെ വരുമാനമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. എന്റെ വസ്തു സംരക്ഷണ മറുപടി വന്നുകൊണ്ടിരിക്കുന്നു. എന്റെ സാമ്പത്തിക മറുപടി വന്നുകൊണ്ടിരിക്കുന്നു. എന്റെ ആത്മീയ മേൽക്കോലി തടസ്സത്തെ മാറ്റി ആദ്യ തടസ്സം മാറുന്നത് അതിന് മേൽക്കോല കൈവശമാക്കുന്ന ആത്മാവിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. ഏതാകത്തെ കണ്ടുകൊണ്ട് അന്യഭാഷയെ ആദ്യ കുഞ്ഞിലെ കുടുംബത്തിന്റെ വിഷയത്തിന് അതിന്റെ ഭാവി അത് മറുപടി വന്നുകൊണ്ടിരിക്കുന്നു. അതിന് താമസിക്കില്ല. അത് മറുപടിയാണ്, മറുപടിയാണ്, അത് മറുപടിയാണ്, മറുപടിയാണ്, അത് മറുപടിയാണ്, മറുപടിയാണ്, അത് മറുപടിയാണ്, മറുപടിയാണ്. ഇടപെടാതെ മാറിക്കൊണ്ടിരിക്കുന്നു. ഇടപെടാതെ തടസ്സം മാറിക്കൊണ്ടിരിക്കുന്നു. ഇടപെടാതെ തടസ്സം മാറിക്കൊണ്ടിരിക്കുന്നു. പിതാവിന്റെ പുത്രന്റെയ പരിശുദ്ധാത്മാവിന്റെ സഭ ഈ രാവിലെ ആരാധിക്കട്ടെ.
ഓ നവനജക ശതനമനോദന ജലാവനം ശമനാദിനദശസി ഉദരവനമദനാദിന ശലാദനാദശസി ഉദവനമദന ശതനാദ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഓർത്തോണം, 159 ദിവസം പൊങ്ങിക്കൊണ്ടത് വെള്ളം ഒരു ദിവസം കൊണ്ട് എന്ത് ചെയ്യാം? അപ്പോ ഈ നമ്മളെത്ര ഞാൻ ആ ടൈം വെച്ച് പ്രാർത്ഥിക്കാം. 159 ദിവസം ഇങ്ങനെ പൊങ്ങി നിന്ന വെള്ളത്തെ ഒരു കൽപ്പനയാൽ ഇടപെടാതെ നമ്മൾ 159 ദിവസം വേണമായിരിക്കും മാറാൻ. വേണ്ട, ഒരു ദിവസം മതി. 159 ദിവസം വേണമായിരുന്നു പെട്ടകത്തെ എത്തിക്കാൻ, ആരിനകത്ത് പ്രവർത്തിക്കാൻ. പക്ഷേ എത്തിക്കഴിഞ്ഞ പിന്നെ ഒരു ദിവസം കൊണ്ട് തന്നെ ദൈവത്തിന് കുറയ്ക്കാൻ പറ്റും. ഇടപെടാതെ കർത്താവ് കുറച്ചു. ഇന്ന് രാവിലെ എന്ന ദിവസമായിട്ട് പറയാം, അത് കുറച്ചത് കൊണ്ടാണ് 7-ാം മാസം 17-ാം തീയതി പെട്ടകത്തെ ആരരാത്ത് പർവ്വത്ത് തറപ്പിച്ചു. ഈ പെട്ടകത്തിന്റെ ആട്ടലിൽ നിന്നപ്പോൾ മനസ്സിലായി, ഞാൻ എന്ത് ചെയ്തു. അപ്പൊ ഇന്ന് നിങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യണം. ഈ പ്രാർത്ഥനയിൽ, ഈ വെളിപ്പാടിൽ എൻ്റെ ആ ഒരു മാനസിക നിലനിൽച്ചുള്ള ചിന്തകൾക്ക് വേണ്ടി ഇതിപ്പോൾ ഇല്ല, ഇപ്പോൾ നന്നായിട്ട് ഉറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മറുപടി ആയി. അതുവരെ എന്ത് ചെയ്യാം? വെള്ളം ചെയ്യണം. എന്ത് ചെയ്യാം? പെട്ടകം വെള്ളത്തിന് പുറത്ത് ഇങ്ങനെ ആടി ആടി വരുന്നത്. ഇപ്പോൾ നോക്കിയപ്പോൾ അവരാടിയിട്ടും ടെസ്റ്റ് നോക്കി, ഡോക്ടർ പറയുന്ന പോലെ ഒന്ന് ചാടി നോക്കി, ഇത് നോക്കി, എണ്ണീറ്റ് നോക്കുക പറഞ്ഞ പോലെ ഇപ്പം അവരാടി നോക്കിയിട്ട് പെട്ടകം എന്തില്ല, ആടുന്നില്ല. ഇപ്പൊ മനസ്സിലായ സംഭവം എവിടെയൊക്കെ കൊണ്ട് ഉറച്ചു. സ്വാഗതം ചെയ്യാം. നമുക്ക് നിരാവിടെ പറയാതെ എൻ്റെ വിഷയത്തിന് ദൈവം മറുപടി കൽപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഈ സെക്ഷൻ കഴിഞ്ഞു പോകുന്നത് ചഞ്ചരിച്ച് ആടുന്ന ചിന്തയുമായിട്ടല്ല പോകുന്നത്. ഹാപ്പിയായി ഉറച്ചിരുന്ന പോകെ എൻ്റെ വിഷയത്തിന് മറുപടി കർത്താവ്. അല്ലെ, ഹന്നയോട് പറഞ്ഞ വാക്ക് നീ സമാനത്തപ്പോ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരും ഏലി പറഞ്ഞു. അവരെങ്ങനെ പോയി? സമാധാനത്തോടെ പോയി തിന്നും കുടിച്ചും അവരെ ഭക്ഷിച്ചും സന്തോഷിച്ചെന്നാണ്. സന്തോഷിച്ചു. ദൈവം ഇത് അവരെ ഓർത്തു. ഹന്നയെ ഓർത്തു. ആലയത്തിൽ നിന്ന് പോയ പോക്കി തന്നെ കർത്താവ് ഓർത്തു. ആലയത്തിൽ വന്നപ്പോൾ തന്നെ ഓർത്തു. അതെപ്പോഴാണ് വന്ന് കൊച്ചു വെളുപ്പാകലത്തിൽ വന്ന് അപ്പോഴേ ഓർത്തു കർത്താവ്. ആലയത്തിൽ വന്നപ്പോഴേ അവിടെ കർത്താവ് ഓർത്തപ്പോൾ ആ ഒറ്റ ചിന്തയിൽ അവർ മറുപടി പ്രാപിച്ചു. ആമയെ കൊണ്ടുവന്നു. യജമാൻ, ഇതിനു വേണ്ടിയാണ് ഞാൻ കൊച്ചു വെളുപ്പാകലത്ത് ആലയത്തിൽ വന്നു എന്ന് കാണിച്ചു. ഇന്ന് രാവിലെ നാം ഈ ദൂതമായിട്ട് കടന്നു പോകും. ഇനി ഇതിന് ആലയത്തില്ല, കൺഫ്യൂഷൻ ആകത്തില്ല. വളരെ ആശ്വാസത്തോടെ മാത്രമേ നമ്മൾ നിൽക്കാൻ പറ്റൂ. നമ്മുടെ കണ്ണടച്ച് പറയാം, കർത്താവേ, പെട്ടകത്തിനകത്ത് നിന്നവരെ ഓർത്തു, പെട്ടകത്തിലെ ജീവികളെ ഓർത്തു, മൃഗങ്ങളെ ഓർത്തു, സകലത്തെയും ഓർത്തതുപോലെ എന്നെയും സ്വർഗ്ഗത്തിലെ കർത്താവെ ഓർക്കണമേ. ഇത് രാവിലെ ആ ദൈവത്തിന്റെ ദൂതിനുമ്പാകെ നമ്മുടെ കണ്ണടച്ച് നമ്മുടെ ദൈവത്തോട് പറയാം, കർത്താവെ, നിന്റെ പ്രവർത്തി കർത്താവെ അയക്കണമേ, നിന്റെ ആലോചന എനിക്ക് വേണ്ടി അയക്കണമേ, നിന്റെ അകപ്പാട് എനിക്ക് വേണ്ടി നൽകണമേ. കണ്ണടച്ച് പറയാം, കർത്താവെ, നിന്റെ വാർത്തകൾ നിന്റെ ജീവിതത്തിന്റെ വിശേഷമായ നന്മ വരത്തക്കവണ്ണം കർത്താവെ നീ ഓർത്ത് ഈ ഭാഷത്തിന്റെ 1-ാം ദിവസത്തിൽ തന്നെ ആദ്യ സെക്ഷനിൽ തന്നെ എന്റെ വിഷയത്തിന് ദൈവം മറുപടി വെളിപ്പെട്ടു വന്നു. ഇനി കർത്താവെ യുവാത്തക്കവണ്ണം ദൈവാത്മ സമ്മതിക്കരുത് എന്ന് ദൈവത്തോട് പറയാം. ഒരുമിച്ച് ചേർന്ന് കർത്താവെ, എന്റെ ജീവിതത്തിന് മറുപടിയായി, എന്റെ വിഷയത്തിന് 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 മറുപടിയായി, ഓ എന്റെ വിഷയത്തിന് മറുപടിയായി, 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 എന്റെ വിഷയത്തിന് മറുപടിയായി എന്ന് ഹൃദയത്തോടെ പറയാമോ? എന്റെ വിഷയത്തിന് മറുപടിയായി, എന്റെ വിഷയത്തിന് മറുപടിയായി, എന്റെ വിഷയത്തിന് മറുപടിയായി. കർത്താവേ, നീ ഓർത്തരമായിരിക്കും ദൈവം.